ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, സാംസ്കാരിക ആഘോഷങ്ങളിലെ സാത്താനിക സാന്നിധ്യത്തെക്കുറിച്ച് സാത്താനിക അപകടത്തെക്കുറിച്ചാണ് ഈ ഒരു ആത്മീയ പങ്കുവയ്ക്കൽ. സാംസ്കാരിക ആഘോഷങ്ങള് പല വിധത്തിലുണ്ട്. വളരെ നിർദോഷമായ സാംസ്കാരിക ആഘോഷങ്ങളുണ്ട്. നമുക്ക് കരുത്തും ആവേശവും സാമൂഹികമായിട്ട് നല്ല കൂട്ടായ്മ യോജിപ്പെല്ലാം നേടിത്തരുന്നത്. അതേസമയം നിർദോഷം എന്ന് തോന്നുന്ന ആഘോഷ പരിപാടികളിലൂടെ സാത്താനികമായ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും സഭാ സമൂഹത്തിലേക്ക് പോലും കടന്നു വരാൻ ഇട കൊടുക്കുന്ന സാംസ്കാരിക ആഘോഷങ്ങളുമുണ്ട്. അതേക്കുറിച്ച് സഭയുടെ പ്രബോധനത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മധ്യജ്ഞാനത്തിന് പ്രബോധനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് വചന വെളിച്ചത്തിലുള്ള വിചിന്തനമാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ ഇതൊരു 12 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ വിചിന്തനം പൂർത്തിയാക്കുന്നത്. അല്പം ആഴപ്പെട്ടുള്ളതും ഗഹനവുമായ ഒരു പങ്കുവെക്കലാണിത്. ക്രൈസ്തവ ആത്മീയതയെ, കത്തോലിക്ക ആത്മീയതയെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളരാനായിട്ട് ഈശോ കൊണ്ടുവന്ന രക്ഷ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശോയുടെ നാമത്തെ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ എളിയ പൗരോഹിത്യ ശുശ്രൂഷയിൽ പൈശാചികമായ പീഡനക്കിരയായ അനേക വ്യക്തികളെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാനായി ശുശ്രൂഷ ചെയ്യുന്നതായ പല രൂപതയുടെ വാഗമൺ മൗണ്ടൻ എബോ ധ്യാന കേന്ദ്രത്തിലേക്ക് ആത്മീയ സഹായം തേടി വിളിക്കുന്ന അനേക വ്യക്തികളും പൈശാചികമായ അവിടെ പീഡകളും ഞെരുക്കങ്ങളും പങ്കുവെച്ച് സഹായത്തിനായിട്ടാണ് വിളിക്കുക. അങ്ങനെയുള്ള കേസുകൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നൊരു കാര്യം, ആ പൈശാചികമായ ഞെരുക്കങ്ങൾ ഒന്നും തന്നെ ഒരൊറ്റ നിമിഷം കൊണ്ട് അവിടെ മേൽ വന്നു പതിച്ച പൈശാചിക ദുരന്തങ്ങളല്ല, മറിച്ച് പടിപടിയായിട്ട് ആരംഭിച്ചതാണ്. പല പല പൈശാചിക കെണികളും ആരംഭിക്കുന്നത് വളരെ നിർദോഷമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില നടപടിക്രമങ്ങളിലൂടെയാണ്. അത് തിന്മയാണെന്ന് പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ വാക്യത്തില് അവൻ ഹാബിയോട് ചോദിക്കുന്ന ഇപ്രകാരമാണ്: തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് എന്തെങ്കിലും കെണിയുള്ളതായിട്ട് നമുക്ക് തോന്നുമോ? ആർക്കെങ്കിലും തോന്നുമോ? വളരെ നിർദോഷമായ ഒരു ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് ആ ചിന്തയുടെ പുറകെ പോയപ്പോഴാണ് ഹവ്വ വലിയ കെണിയിൽപ്പെട്ടത് തിരുവചനം പറയുകയാണ്. അതുപോലെ തന്നെ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെ നമ്മൾ ചിന്തിക്കുമ്പോഴും 40 ദിവസം ഉപവസിച്ച് വിശന്ന ഈശോ സാത്താൻ വന്ന് സംസാരിക്കുന്നത് എന്താണ്? എന്ത് കാര്യത്തെക്കുറിച്ചാണ്? നിനക്ക് വിശക്കുന്നില്ലേ? ഈ കല്ലുകളെ അപ്പമാക്കിക്കൊണ്ട് വിശപ്പടക്കാൻ നോക്കിയാലോ? നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരു പറഞ്ഞ എത്രയോ കരുതലേണ്ടൊരു കാര്യമാണ്. ആ മരുഭൂമിയിൽ ഈശോയെ കരുതാൻ, ഈശോയോട് സംസാരിക്കാൻ, ഈശോ ശ്രദ്ധിക്കാൻ ആരുമില്ല. ആരും ശ്രദ്ധിക്കുന്നില്ല. 40 ദിവസം അടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്ഷീണിച്ച് വിശക്കുന്നുണ്ട്. അവിടെ കരുതലോടെ കടന്നു വരുന്ന സാന്നിധ്യമായിട്ട് സാത്താനെ നമ്മൾ കാണുക. വീണ്ടും കേസറിയ ഫിലിപ്പിയിൽ വെച്ച് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. 22-ാമത്തെ തിരുവചനത്തില് പത്രോസിലൂടെ സാത്താൻ ഈശോയോട് സംസാരിക്കുന്നു. പക്ഷെ സംസാരിക്കുന്ന ഏത് രീതിയിലാണ്? ഈശോ തൻ്റെ പിടാസകരത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തി സംസാരിക്കുമ്പം പത്രോസ് ഈശോയെ മാറ്റി നിർത്തി സ്വകാര്യമായിട്ട് വലിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വാക്കുകൾ ആണ് പറയുന്നത്. ദൈവം കനിയട്ടെ കർത്താവേ, നിനക്കിത് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ, ഇനി ഭീകരമായൊരു മരണം. എത്രയോ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വ്യക്തിപരമായ താല്പര്യത്തിൻ്റെയും വാക്കുകളാണ്. പക്ഷെ അതിലൂടെ സാത്താനാ സംസാരിച്ചതെന്ന് ഈശോ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ഇത് തന്നെയാണ് സാത്താൻ എപ്പോഴും അവലംബിക്കുന്ന ശൈലി. ബെനഡിക്റ്റ് 16-ാം പാപ്പ എഴുതിയ പ്രസിദ്ധമായ പുസ്തകമാണല്ലോ ജീസസ് ഓഫ് നസറത്ത്. അതിൻ്റെ 1-ാമത്തെ ഓളിയത്തില് ഈ പൈശാചിക പ്രലോഭനങ്ങളെ കുറിച്ച് പറയുമ്പോൾ പാപ്പ ഇങ്ങനെ പറയുകയാണ്: മോറൽ പോസ്ചറിങ് ഈസ് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ടെംപ്ടേഷൻ. ഇറ്റ് ഡസ് നോട്ട് ഇൻവൈറ്റ് us ടു ഡു ഈവിൾ. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ധാർമ്മികമായ രീതിയിൽ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് ചെയ്യാൻ പോകുന്ന കാര്യം എന്നുള്ള ഒരു പരുവപ്പെടുത്തൽ എപ്പോഴും ഓരോ പ്രലോഭനത്തിൻ്റെയും കൂടെ ഉണ്ടാവും. അപ്പോൾ പറയാണ്, നേരെ തിന്മ ചെയ്യാനായിട്ട് ഒരിക്കലും തന്നെ സാത്താൻ വിളിക്കുകയാണ് നമ്മൾ ആരെയും. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഇൻവൈറ്റ് us ടു ഡു ഈവിൾ. നോ, ദാറ്റ് വുഡ് ബി ഫാർ ടു ബ്ലേറ്റന്റ്. അത് വല്ലാത്ത ഒരു ശുദ്ധ പൊട്ടത്തരമാണ്. നേരെ പാപം ചെയ്യുമെന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നത്. സാത്താൻ അങ്ങനെ ചെയ്യല, മറിച്ച് ഇറ്റ് പ്രിറ്റൻസ് ടു ഷോ us എ ബെറ്റർ വേ. കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ടുള്ള മാർഗം കാണിച്ചു തരാം എന്നാണ് ഭാവിക്കുന്നത്. ഇറ്റ് ക്ലെയിംസ് മോർ ടു സ്പീക്ക് ഫോർ ട്രൂ റിയലിസം. യാഥാർത്ഥ്യ ബോധത്തോടെ പെരുമാറിക്ക്
ഇതല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരു ചിന്ത ഇട്ട് തന്നുകൊണ്ടാണ് അവൻ നമ്മളെ സ്വാധീനിക്കുക എന്ന് എപ്പിസോഡിന്റെ 28-ാമത്തെ പപ്പ പങ്കുവെക്കണം. തുറന്ന് വായിക്കുമ്പോൾ 41-ാമത്തെ പേജിലും പപ്പ ഇങ്ങനെ വീണ്ടും എഴുതുകയാണ് സാത്താന്റെ പ്രലോഭനത്തെ കുറിച്ച്. ദി ടെൻഡർ ഈസ് നോട്ട് സോ ക്രൂഡ് ആസ് ടു സജസ്റ്റ് us directly that we should worship the devil. സാത്താനെ ആരാധിക്കുന്ന സാത്താന്റെ സന്താനമായിട്ട് നമ്മൾ മാറണമോ നേരെ വന്ന് ആവശ്യപ്പെടാൻ മാത്രം അവൻ അത്ര പൊട്ടനും മടനും ഒന്നുമല്ല. He merely suggests that we opt for the reasonable decision. വളരെ ശാന്തമായിട്ട് കൃത്യമായിട്ട് കേവലമായ ഒരു നിർദ്ദേശം വെക്കുകയാണ്. വളരെ യാഥാർത്ഥ്യബോധത്തിൽ പെരുമാറിക്കുക. That we choose to give priority to plan a thoroughly organized world. നല്ലപോലെ കാര്യങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്ത് നീങ്ങിക്കുക. കാര്യങ്ങൾ അങ്ങനെ ക്രമപ്പെടുത്തണ്ടേ. എന്നിട്ട് ജീവിതം മുഴുവനും where God may have his place as a private concern. അവിടെ ദൈവം ദൈവത്തെ പ്രകടിച്ചു, അത് കുഴപ്പമില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങൾ. where God may have his place as a private concern but must not interfere in our essential purposes. നമുക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ദൈവം നേരെ വന്ന് കയറി വിലങ്ങ് ഉണ്ടാക്കരുത്, തടസ്സപ്പെടുത്തരുത്. അതവിടെ ഇരിക്കട്ടെ. ദൈവത്തിനെ നിങ്ങൾ നോക്കിക്കോ, അതൊന്ന് അവഗണിക്കട്ടെ. പക്ഷെ ഇതിച്ച് മെച്ചപ്പെട്ട് ചെയ്യാൻ പാടില്ലേ. ഇതാണ് സാത്താന്റെ പ്രവർത്തന ശൈലി നമ്മൾ ബൈബിളിൽ കാണുന്നത്. അവൻ ഇന്നും നമ്മുടെ പക്കൽ അനുവദിക്കുന്ന ശൈലി ഇങ്ങനെ തന്നെയാണ്. വളരെ നിർദോഷം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ്. സാംസ്കാരിക ആഘോഷങ്ങളിലൂടെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വഴി കണ്ടെത്തി കയറുന്നതും വളരെ നിർദോഷമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ആഘോഷ പരിപാടികൾ. ഇതിനകത്ത് എന്താ കുഴപ്പമിരിക്കുന്നു? സന്തോഷമല്ലേ? എല്ലാവരുടെയും കൂട്ടായ്മയിൽ എല്ലാവരുടെയും ഒത്തുചേർന്ന് പോകണ്ടേ? ഇത്ര വലിയ ഉള്ളോ? വേറെ അതിനകത്ത് പാപവും തിന്മയും ഒന്നും ഇല്ലല്ലോ, വിഗ്രഹാരാധന ഒന്നും ഇല്ലല്ലോ. നമ്മളങ്ങനെ ചിന്തിക്കാതിരുന്നാൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് ന്യായങ്ങൾ അവരിങ്ങനെ മനസ്സിലേക്ക് വിട്ടുതരും പല രീതിയിലും. പക്ഷേ ഒരിക്കലും നമ്മൾ അവന് ചെവി കൊടുത്ത് അല്ലെങ്കിൽ ഇറങ്ങി കഴിയുമ്പം അവൻ കടന്നു കയറാൻ അവസരം ഉണ്ടാകുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അലർന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങൾ തന്നെ ചുറ്റി നടക്കുന്നവനാണ് സാത്താൻ എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ ചുറ്റി നടക്കുന്നവന് നമ്മൾ തന്നെ ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്താൽ എത്ര ആഘോഷമായിട്ട് കയറി വരും എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. രണ്ടാമത്തെ ഒരു ചിന്ത ഈ വിചിന്തനത്തിൽ നമ്മൾ കാണുന്നത് അനേകർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഉദാഹരണത്തിന് പലരും പറയും, എത്രയോ നാളുകളായിട്ട് അച്ഛാ ഞങ്ങൾ ഇങ്ങനത്തെ സാംസ്കാരികമായ എല്ലാ ആഘോഷങ്ങളും പങ്കെടുത്ത് നീങ്ങുന്നു, ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഉപദ്രവം വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ അവകാശപ്പെടുമ്പോഴും തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈശോ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ക്രൈസ്തവ ആത്മീയതയുടെ അല്ലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ പൂർത്തിയാക്കിയ രക്ഷാകര സംഭവത്തിന്റെ ഫലങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ ഇല്ലയോ? നമ്മൾ എങ്ങനെ ജീവിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നത്? നമ്മൾ അനേകർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവര്, സന്ധ്യാപ്രാർത്ഥന മുടക്കുന്നില്ലാത്തവര്, ഞായറാഴ്ച കുർബാനയും പറ്റുമെങ്കിൽ ഇടദിവസങ്ങളിൽ പോലും കുർബാന സംബന്ധിക്കുന്നവര്, കുമ്പസാരിക്കുന്നവര്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും വർഷങ്ങളായിട്ട് നാളുകളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ച ഉണ്ടാകാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ അനുഭവിച്ച പോലെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അനുഭവം സ്വന്തമാക്കിയെടുക്കാൻ പറ്റാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തുമാത്രം ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, ആത്മസംയമനം. എത്രയോ അവസരങ്ങൾ നമ്മൾ ആത്മസംയമനം ഇല്ലാതെ പൊട്ടിത്തെറിക്കുന്നു, ക്ഷമയില്ലാതെ കോപിച്ച് പെരുമാറുന്നു, നന്മ കാണാൻ പറ്റാതെ പരുഷമായിട്ട് സംസാരിക്കുന്നു, ദയോടുകൂടി അല്ലാതെ ക്രൂരമായ പെരുമാറ്റങ്ങൾ നമ്മുടെ ഓരോ ദിവസമുള്ള ജീവിതത്തിൽ കുടുംബങ്ങളെല്ലാം കയറി വരുന്നില്ലേ? നമ്മൾ തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യം, പിശാചിന്റെ പ്രവർത്തനങ്ങൾ 2 രീതിയിലുണ്ട്. ഒന്നാമത്തെ അവൻ്റെ സാധാരണ പ്രവർത്തനം എന്ന് പറയുന്നത് വഴിതെറ്റിക്കലാണ് നിരന്തരം. അവിടെയാണ് അവൻ ആരംഭിക്കുന്നത്. രണ്ടാമത്തേത് പിശാചിന്റെ അസാധാരണ രീതിയിൽ ഇടപെടലുകളാണ്. അതൊരു 6 എണ്ണം പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യക്തിയുടെ മേലുള്ള പീഡ, സ്ഥലത്തിൻ്റെ മേലുള്ള പീഡ, മനസ്സിൻ്റെ മേലുള്ള പീഡ, എല്ലാ രീതിയിലുള്ള പൈശാചിക ഓപ്പറേഷൻ, പിശാചിന് കീഴ്പ്പെട്ട പിശാചിന് ആവാസം, ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് നമ്മൾ ബൈബിളിൽ കാണുന്നതായ അസാധാരണ സംഭവങ്ങളായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ള പൈശാചിക സംഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാര്യം കൈവിട്ട് പോകുന്നില്ലേ? ചിലപ്പോഴൊക്കെ വലിയ ഉപദ്രവതയാക്കാൻ നമ്മൾ അറ്റപ്പറ്റ പിടിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ എത്രയോ അവസരങ്ങൾ നമ്മളിത് കൈവിട്ടു പോകുന്ന സംഭവങ്ങൾ കാണുന്നുണ്ട്. കൊലപാതകവും ഉപദ്രവിക്കലും അലറി വിളിക്കലും അട്ടഹസിക്കലും ആത്മഹത്യയും, ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ അസാധാരണ തലമാണ്. പക്ഷെ ഇതിൻ്റെ ആദ്യത്തെ തലം ഏതാണ് പറഞ്ഞാൽ, നിർദോഷമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന വ്യത്യാസം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ലെന്നാകും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഇല്ലെന്നായ അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ ക്രൈസ്തവരാണ് നമുക്കിടയിലുള്ളത്.
ആ ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റാതെ നീങ്ങുന്ന എത്രയോ കുടുംബങ്ങളാണ്, എത്രയോ സമൂഹങ്ങളും സഭാ സ്ഥാപനങ്ങളും പോലും നമുക്ക് മധ്യം ഉള്ളത്. നന്നായി കായ്ച്ചുകൊണ്ടിരുന്ന ഒരു തെങ്ങ് റബ്ബർ തോട്ടത്ത് നിൽക്കുന്ന റബ്ബർ കയറി വളർന്ന തെങ്ങിന്റെ മീതെ വളർന്നു കഴിഞ്ഞപ്പോൾ അത് കായ്ക്കുന്നില്ലെന്നായി, എരമ്പ് കയറി കഴിഞ്ഞപ്പോൾ. കണ്ട, വലിയ കേടുപാടുകളോ കീടബാധകളോ കൊമ്പ് രോഗങ്ങളോ ഒന്നും വരാതെ എരമ്പ് കയറിയപ്പോൾ തന്നെ കായില്ലാത്ത വൃക്ഷമായിട്ടൊരു തെങ്ങ് മാറുന്നു. നമ്മിലേക്ക് പൈശാചികമായ സ്വാധീനങ്ങൾ കടന്നു വന്നിട്ടുണ്ട് എന്നതിൻ്റെ ഉറപ്പുള്ള അടയാളമാണ് നമുക്ക് ആഴമായ അനുഭവത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. കുർബാനയെ സംബന്ധിച്ച് പലപ്പോഴും ബോറടിക്കുന്നു, പ്രാർത്ഥന ഏകാഗ്രത കിട്ടുന്നില്ല, നമുക്ക് വചനം കേൾക്കുമ്പോൾ ഗ്രഹിക്കാൻ അത്ര സുഖം വരുന്നില്ല, ബോറടിക്കുന്നു, സുവിശേഷ പ്രസംഗം നീണ്ടുപോകുന്നതായിട്ട് തോന്നുന്നു, ധ്യാന പങ്കുവെക്കലുകൾ കേൾക്കുമ്പോഴത്തേക്കും തീരുന്നില്ല, അസ്വസ്ഥ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ സൂചന ഈശോ എന്ന വാക്ക് വെച്ച് എന്തുകൊണ്ടാണ് നമുക്ക് വചനത്തിലേക്ക് ദൈവസ്ഥലത്തിലേക്ക് ഉള്ളിറക്കാൻ പറ്റുന്നില്ലാത്തത്? അത് പിശാചിന്റെ അടിമത്തം നമ്മൾ കയറി കിടക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, സാംസ്കാരിക ആഘോഷ മേഖലകളിൽ സാത്താന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഇവിടെ പറയുന്നത് എൻ്റെ സ്വന്തമായ ചിന്തയോ തോന്നലോ ഒന്നുമല്ല. സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങളിൽ സഭ പഠിപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. 1962 ആരംഭിച്ച് 65 പൂർത്തിയായ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 4 കോൺസ്റ്റിറ്റ്യൂഷനുകൾ, 9 ഡിഗ്രികൾ, 3 പ്രഖ്യാപനങ്ങൾ, ഇങ്ങനെ 16 പ്രബോധന രേഖകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ 4 കോൺസ്റ്റിറ്റ്യൂഷനുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവയിൽ തന്നെ 2 എണ്ണം ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനുകളാണ്, മൗലിക പ്രബോധനങ്ങൾ നൽകുന്നതാണ്. അതൊന്ന് തിരുസഭയെക്കുറിച്ചുള്ളതും മറ്റത് ദൈവവചനത്തെക്കുറിച്ചുള്ളതുമാണ്. ഇതിൽ തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 16, 17 ഖണ്ഡികകളിൽ അക്രൈസ്തവ സഹോദരങ്ങളുമായുള്ള ദൈവജനത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചും അക്രൈസ്തവ സഹോദരങ്ങളിലേക്ക് പ്രേക്ഷിത പ്രവർത്തനം വഴി ഇറങ്ങേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചുമാണ് സഭ പങ്കുവയ്ക്കുന്നത്. 16ാമത്തെ ഖണ്ഡികയിൽ സഭയും അക്രൈസ്തവരും എന്നുള്ള ഹെഡിങ്ങാണ് അതിന് കൊടുത്തിരിക്കുന്നത്. പ്രസ്തുത ഖണ്ഡികയിൽ യഹൂദര് മുതലുള്ള മറ്റെല്ലാ മതസ്ഥരെ സൂചിപ്പിച്ചിട്ട് സഭ പഠിപ്പിക്കുകയാണ്. അവര് കുറെ നന്മയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്, എങ്കിലും പലപ്പോഴും മനുഷ്യൻ ദുഷ്ടനാൽ വഞ്ചിതരായി, സമീപിക്കുന്ന വാക്കതര ദുഷ്ടനാൽ വഞ്ചിതരായി തങ്ങളുടെ ചിന്തകളിൽ വ്യർത്ഥരായി തീർന്ന് ദൈവത്തിൻ്റെ സത്യം കാപട്യമാക്കി പകർത്തുകയും ദൈവത്തെക്കാൾ സൃഷ്ടികളെ സേവിക്കുകയും, റോമാലേഖനത്തിൻ്റെ 1:20-25 വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത്. ഈ ലോകത്തിൽ ദൈവത്തെ കൂടാതെ ജീവിച്ച് മരിച്ച് വലിയ ആശാഭംഗത്തിന് വിധേയരാവുകയും ചെയ്യുന്നു. അപ്പോൾ സഭയും അക്രൈസ്തവ സഹോദരങ്ങളും ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ സഭ നേരെ വന്ന് കയറുന്നത് അവർ ദുഷ്ടനാൽ വഞ്ചിതരായ അവസ്ഥ ഇവർക്കിടയിലുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ദൈവത്തെക്കാൾ കൂടുതൽ സൃഷ്ടികളെ അവർ സേവിക്കാൻ ഇടവരുന്നു. ദൈവത്തെ കൂടാതെ ജീവിച്ച് മരിച്ച് നിത്യതയിൽ വലിയ ആശാഭംഗത്തിന്. എന്താണ് ഈ ആശാഭംഗം? അത് നിത്യനാശമാണ്, നിരാശയാണ്, ഇരയാവുകയും ചെയ്യുന്നു. അത് ദുഷ്ടന്റെ വഞ്ചന വഴി സംഭവിക്കുന്നതാണ് എന്ന് 16ാമത്തെ ഖണ്ഡികയിൽ വായിക്കുകയാണ്. തുടർന്ന് 17ാമത്തെ ഖണ്ഡികയിൽ പ്രേക്ഷിത പ്രവർത്തനം വഴി ഇവരിലേക്ക് നമ്മൾ ദൈവത്തെ എത്തിക്കണം, സുവിശേഷം എത്തിക്കണം എന്ന് പഠിപ്പിക്കുന്നിടത്ത് നമ്മളിങ്ങനെ വായിക്കുകയാണ്: സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സഭ ശ്രോതാക്കളെ വിശ്വാസത്തിലേക്കും വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലേക്കും ആകർഷിക്കുകയും മാമോദിസ സ്വീകരിക്കാൻ ഒരുക്കുകയും ചെയ്യുന്നു. അവരെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് പിടിച്ചകറ്റുകയും, ആ വാക്ക് ശ്രദ്ധിക്കണം, തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് പിടിച്ചകറ്റണം. എങ്ങനെ? മാമോദിസ വഴി. അപ്പൊ മാമോദിസ മുങ്ങുന്നില്ലാത്ത വ്യക്തികൾ തിന്മയുടെ അടിമത്തത്തിലാണ് എന്ന് സഭ പറയുകയാണ്. വീണ്ടും മിശിഹായുടെ ഏകശരീരമാക്കുകയും ചെയ്യുന്നു മാമോദിസ വഴിയായിട്ട്. സ്നേഹം കൊണ്ട് അവനിൽ, മിശിഹായിൽ സമ്പൂർണതയോളം വളരാൻ വേണ്ടി മനുഷ്യരുടെ മനസ്സിലും ഹൃദയത്തിലും റീത്തുകളിൽ എന്ന് പറഞ്ഞിരിക്കുന്നതായ വാക്ക് യഥാർത്ഥത്തിൽ വത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ റിലീജിയസ് പ്രാക്ടീസസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അക്രൈസ്തവ സഹോദരങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും മത അനുഷ്ഠാനങ്ങളിലും ജനപദങ്ങളുടെ സംസ്കാരങ്ങളിലുമുള്ള നന്മയുടെ അങ്കരങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ സഭ പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല, അവയെ ശ്രദ്ധിക്കണം, ശുദ്ധീകരിക്കുകയും, ഇപ്പൊ ശുദ്ധീകരിക്കേണ്ട കാര്യം എവിടെയുണ്ട്, ഉയർത്തിയെടുക്കേണ്ട രീതിയിൽ താഴ്ന്നു കിടക്കുകയാണ്, അധപതിച്ച് കിടക്കുകയാണ്. ദൈവമഹത്വത്തിനായി പിശാചിന്റെ ലജ്ജയ്ക്കും, അവിടെ പിശാചിനെ കുറിച്ച് പറയാൻ ശ്രദ്ധിക്കണം നമ്മൾ, മനുഷ്യരുടെ സൗഭാഗ്യത്തിനുമായി പൂർണ്ണതയിൽ എത്തിക്കുകയും ചെയ്യുന്നതിനാണ് സഭ ഇവിടെ പ്രവർത്തനങ്ങൾ വരുത്തുന്നത്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റ് അക്രൈസ്തവരായ സഹോദരങ്ങളെ
നമ്മൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അത് അവരുടെ സൗഭാഗ്യത്തിന് ആവശ്യമാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് അവരുടെ വിശ്വാസങ്ങൾ കാണുന്നതായ നന്മയുടെ അഗ്രഹങ്ങളോ നന്മയുടെ കാര്യങ്ങൾ അതിനെ ഒന്നും അവഗണിക്കരുത്. പക്ഷേ അതിനെ ശുദ്ധീകരിച്ച് ഉയർത്തി സാത്താൻ്റെ ലജ്ജയ്ക്കായിട്ട് തിന്മയുടെ അടിമത്തത്തിൽ നിന്നും ഉയർത്തിയെടുക്കണം എന്ന് പറയുകയാണ്. വീണ്ടും വത്തിക്കാൻ കൗൺസിൽ നൽകുന്നതായ ഒരു ഡിഗ്രി, സഭയുടെ പ്രേക്ഷിത പ്രവർത്തന സംബന്ധിച്ച ഡിഗ്രി, അതിൻ്റെ 9ാമത്തെ ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: പ്രേക്ഷിത പ്രവർത്തനം വഴി ജനപദങ്ങളുടെ ഇടയിൽ ദൈവസാന്നിധ്യത്തിൻ്റെ രഹസ്യങ്ങൾ എന്ന പോലെ കാണപ്പെട്ടുന്ന സത്യത്തിൻ്റെയും കൃപയുടെ സ്ഫുലിംഗങ്ങളെ തിന്മയുടെ സ്പർശത്തിൽ സ്വതന്ത്രമാക്കി. അപ്പൊ സത്യത്തിൻ്റെയും കൃപയുടെ സ്ഫുലിംഗങ്ങൾ മറ്റു മതങ്ങളിൽ, വിശ്വാസങ്ങളിൽ, സംസ്കാരങ്ങളിലുണ്ട്. സഭ അംഗീകരിക്കുകയാണ്, സ്ഫുലിംഗങ്ങളാണ്, ഓർമ്മിക്കണം. പക്ഷെ അവയെ തിന്മയുടെ സ്പർശനത്തിലാണ് അവയിൽ നിന്ന് അവയെ സ്വതന്ത്രമാക്കി അതിൻ്റെ ഉടയവനായ, ഇതിൻ്റെ സത്യത്തിൻ്റെ കൃപയുടെ ഉടയവനായ മിശിഹായിലേക്ക് പ്രത്യാഗമിപ്പിക്കുകയും അവിടുന്ന് സാത്താൻ്റെ സാമ്രാജ്യം തകർത്ത്, അപ്പൊ ഇങ്ങനെയുള്ള തിന്മയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വാധീനങ്ങൾ അവയെ വിടുവിച്ചെടുക്കുമ്പോൾ, പ്രേക്ഷിത പ്രവർത്തനം വഴി വിടുവിച്ചെടുക്കുമ്പോൾ സാത്താൻ്റെ സാമ്രാജ്യമാണ് തകരുന്നത്. അതിനർത്ഥം എന്താ? ഈ പറഞ്ഞ അക്രൈസ്തവ മതവിശ്വാസങ്ങളിലും അതിൻ്റെ ഭാഗമായുള്ള സാംസ്കാരിക ആഘോഷങ്ങളിലും സാത്താൻ്റെ സാമ്രാജ്യം ഉണ്ട് എന്ന് വത്തിക്കാൻ കൗൺസിലിലൂടെ സഭ കൃത്യമായിട്ട് തന്റെ ബോധ്യം പങ്കുവെച്ച് പഠിപ്പിക്കുകയാണ്. അപ്പം അതിനെ ഉയർത്തിയെടുക്കുമ്പോൾ അവിടുന്ന് ഈശോ സാത്താൻ്റെ സാമ്രാജ്യം തകർത്ത് തിന്മയുടെ വിവിധ രൂപത്തിലുള്ള മാലിന്യങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റ് ജനപദങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന സത്യത്തിൻ്റെ കൃപയുടെ സ്ഫുലിംഗങ്ങൾ അല്പം ഉണ്ട്, അങ്ങനെ ശരിയാണ്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട സാത്താൻ്റെ സാമ്രാജ്യമുണ്ട്. തിന്മയുടെ മാലിന്യങ്ങൾ ഒരുപാട് അവിടെ ഒഴുകുന്നുണ്ട്, തിന്മയുടെ സ്പർശനമുണ്ട്. അവയെല്ലാം നിന്നും മോചിപ്പിച്ചെടുക്കേണ്ട ആവശ്യമാണ്. സൗഹൃദം പഠിപ്പിക്കുകയാണ്. വീണ്ടും 9ാം ഖണ്ഡികയിൽ നമ്മൾ തുറന്ന് വായിക്കുകയാണ്: തന്നിമിത്തം മനുഷ്യരുടെ ഹൃദയത്തിലും മനസ്സിലും അഥവാ ജനതകളുടെ അനുഷ്ഠാനങ്ങളിലും സംസ്കാരങ്ങളിലും, ശ്രദ്ധിക്കുന്ന സംസ്കാരങ്ങളും, ഈ വിചിന്തനത്തിന്റെ തലക്കെട്ട് സാംസ്കാരിക ആഘോഷങ്ങളിലെ സാത്താനിക കെണിയാണ്. മറ്റ് ജനതകളുടെ അനുഷ്ഠാനങ്ങള്, മത അനുഷ്ഠാനങ്ങള്, സാംസ്കാരിക ആഘോഷങ്ങള്, അവയിൽ വേരൂന്നിയ കാണപ്പെടുന്ന ഏത് നന്മ നശിക്കുന്നില്ലെന്ന് മാത്രമല്ല, കുറെ നന്മകളുണ്ട്, അത് നശിക്കുന്നില്ല, സഭ നശിപ്പിക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യണം? ശുദ്ധീകൃതമാവുകയും ഉയർത്തപ്പെടുകയും ദൈവത്തിന്റെ മഹത്വത്തിനും പിശാചിന്റെ ലജ്ജയ്ക്കും മനുഷ്യ സൗഭാഗ്യത്തിനുമായി പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നു. വീണ്ടും തിരുസഭയെ കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ 17ാം ഖണ്ഡിക പറഞ്ഞ കാര്യം ഇവിടെ ഈ അവസാന ഭാഗത്തുള്ള ഡിഗ്രിയിലെ സഭ ആവർത്തിക്കുകയാണ്. സാത്താന്റെ ലജ്ജയ്ക്ക് വേണ്ടി, ദൈവമഹത്വത്തിനായി, മനുഷ്യരുടെ സൗഭാഗ്യത്തിനായിട്ട് നമ്മൾ മറ്റ് മതങ്ങളിലെ സംസ്കാരങ്ങൾ കാണുന്ന കൊച്ചു കൊച്ചു നന്മകളെ, സ്ഫുലിംഗങ്ങളെ, നന്മയുടെ ആഗ്രഹങ്ങൾ ചിന്തിക്കാം, ഉയർത്തി ശുദ്ധീകരിച്ചെടുക്കണം. അങ്ങനെ സാത്താൻ സമയം തകർക്കണം. നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വത്തിക്കാൻ കൗൺസിൽ അക്രൈസ്തവ മതങ്ങളെ കുറിച്ച് അവരുടെ പക്കലേക്ക് നമ്മൾ ചെല്ലേണ്ട പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ശൈലിയെ എല്ലാം പറയുമ്പോൾ എത്രയോ പ്രാവശ്യമാണ് ആവർത്തിച്ച് സാത്താനെ പരാമർശിക്കുന്നത്, പിശാചിനെ പരാമർശിക്കുന്നത്, സാത്താന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നത്, അവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് മാമോദിസയിലൂടെ ദൈവമക്കളാക്കിക്കൊണ്ട് അവർക്ക് സൗഭാഗ്യം, ദൈവത്തിന്റെ മഹത്വം, പിശാചിന് ലജ്ജ കൊടുക്കണമെന്ന് പറയുന്നത്, അതുവഴിയായിട്ട് തിന്മയുടെ സ്പർശം നമ്മെ വിശുദ്ധീകരിക്കണമെന്ന് പറയുന്നത്, തിന്മയുടെ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ തടഞ്ഞു നിർത്തണം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു പറയുന്നത്, ഇതൊക്കെ വെറുതെ യാദൃശികമായിട്ട് അർത്ഥമില്ലാത്ത രീതിയിൽ സഭ പഠിപ്പിക്കുന്നതാണോ? അല്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അക്രൈസ്തവ മേഖലയിലെ മതാനുഷ്ഠാനങ്ങൾ മാത്രമല്ല, അവയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സാംസ്കാരിക ആഘോഷങ്ങളിലും പരിപാടികളിലും സാത്താന്റെ സാമ്രാജ്യവും തിന്മയുടെ ശക്തമായ സാന്നിധ്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 4ാമത്തെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തിരുസഭയെ കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ 16ാമത്തെ ഖണ്ഡികയിൽ സഭയും അക്രൈസ്തവ മതങ്ങളും അതിനകത്ത് പറഞ്ഞു വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്: മിശിഹായുടെ സുവിശേഷത്തെയും തിരുസഭയെ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ അറിയാതിരിക്കുകയും എന്നാൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ തേടുകയും അവിടുത്തെ ഇഷ്ടം മനസ്സാക്ഷിയുടെ പ്രേരണയ്ക്ക് അനുസരണമായി പ്രവൃത്തികളെ പൂർത്തീകരിക്കുന്നതിന് പ്രസാദപരത്തിന്റെ പ്രചോദനത്താൽ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിന് പുറത്ത് നിത്യരക്ഷ ഉണ്ടോ ഇല്ലോ എന്നൊരു വിഷയം വത്തിക്കാൻ കൗൺസിൽ പ്രധാനമായിട്ട് ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് യേശുക്രിസ്തുവാണ് മനുഷ്യവർഗത്തിന്റെ ഏക രക്ഷകൻ എന്നുള്ള ക്രൈസ്തവ വെളിപാടിന്റെ അടിസ്ഥാന പ്രബോധനത്തെ അടിവരയിട്ടുകൊണ്ട് തന്നെ സഭയോട് പഠിപ്പിക്കുമ്പോൾ മറ്റു മതസ്ഥർക്കുള്ള രക്ഷയുടെ സാധ്യത എങ്ങനെയാണ്? അതേപോലെ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ ഈശോയെ അറിയാൻ പറ്റാതെ പോയി, സുവിശേഷം അറിയാൻ പറ്റാതെ പോയി, സഭയെക്കുറിച്ച് അറിയാൻ പറ്റാതെ പോയി.
പക്ഷെ ആത്മാർത്ഥമായിട്ട് മനസ്സാക്ഷി പ്രേരണ വെച്ച് ദൈവത്തെ തേടുന്നുണ്ട്, നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആഫ്രിക്കയുടെ വനാന്തരത്തിന്റെ ഉള്ളില് നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കിലോമീറ്റർ കാടിന്റെ അകത്ത് മറ്റൊരു ജനതയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വസിക്കുന്ന ഒരു ഗോത്രം. അവിടെ പക്കലേക്ക് ഒരു മിഷണന്മാർ ചെന്നിട്ടില്ല, അവർ സഭയെപ്പറ്റി കേട്ടിട്ടില്ല, വിദ്യാഭ്യാസം പോലും കേട്ടിട്ടില്ല, ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ല, പള്ളിയോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളവർ പക്ഷെ അവരുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് അവരുടെ സമൂഹ ജീവിതവും കുടുംബജീവിതവും വ്യക്തിജീവിതവും ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകാനും സ്നേഹിച്ചു പോകാനും നീതിവൃത്തികൾ ജീവിക്കാനൊക്കെ പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർ നശിച്ചു പോകുന്ന സഭ പഠിപ്പിക്കുന്നില്ല. കാരണം അവിടെ കുറ്റം കൊണ്ടല്ല അവർ ഈശോയെക്കുറിച്ചോ സഭയെക്കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ അറിയാതെ പോയിരിക്കുന്നത്. എന്നാൽ അക്രൈസ്തവ സഹോദരങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ സുവിശേഷത്തെക്കുറിച്ച് അറിയാൻ അവസരം അവർക്ക് ധാരാളമായിട്ട് കിട്ടുന്നു. ഈശോയുടെ രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരങ്ങളുണ്ട്. സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടും അതിനെ ഗൗരവത്തിലെടുക്കാതെ മറ്റു താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ അവഗണിച്ച് അതനുസരിച്ച് തന്റെ ജീവിതം കൊടുക്കാനുള്ള വില കൊടുക്കേണ്ട സന്നദ്ധത ഇല്ലാതെ നീങ്ങുന്ന വ്യക്തികൾ നിത്യരക്ഷ പ്രാപിക്കുമെന്ന് വത്തിക്കാൻ കൗൺസിൽ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. കാരണം യേശുക്രിസ്തു എന്ന ഏകരക്ഷകനല്ലാതെ വേറൊരു രക്ഷകൻ മനുഷ്യവർഗത്തിനായിട്ട് നൽകപ്പെട്ടിട്ടില്ല. ആകാശത്തിന് കീഴ് മനുഷ്യമക്കൾക്ക് രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു നാമമല്ലാതെ. അപ്പസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബത്ലഹേമില് മാലാഖമാർ യേശുവിടെ ജനനം അറിയിച്ചപ്പോൾ സർവ്വ ലോകത്തിനും വേണ്ടിയുള്ള ജനതർക്ക് വേണ്ടിയുള്ള സദ്വാർത്ത അറിയിക്കുന്നു, രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, മറ്റേതൊരു വിശ്വാസ മേഖലയ്ക്ക് പരിശോധിച്ചാലും ഏതൊരു മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ ശ്രദ്ധിച്ചാലും ഒരു പരിഹാര ബലി ഇതുപോലെ വേറെ ഇല്ല. പ്രജാപതി യാഗം എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവ മേഖലയിലുള്ള സൂചനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റെല്ലാ മതവിശ്വാസ മേഖലകളിലും ഒരു വ്യക്തി പാപം ചെയ്താൽ പരിഹാരം ചെയ്തിരിക്കണം. പരിഹാരം ചെയ്ത് തീരുന്നിടം വരെ രക്ഷയിലേക്ക് വരാൻ പറ്റത്തില്ല. ക്രൈസ്തവ വെളിപാടിൽ മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾക്ക്, ദൈവനിന്ദകൾക്ക്, പൈശാചിക പ്രവൃത്തികൾക്ക് ദൈവം തന്നെ പരിഹാരം ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 5 19, 20, 21 വാക്യങ്ങളില് ദൈവം മനുഷ്യ തെറ്റിയുടെ അവർക്കെതിരെ പരിഗണിക്കാതെ പാവമറിയാത്ത ഏകപുത്രനെ പരിഹാര ബലിയാക്കി നമ്മൾ വായിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ ഏകരക്ഷകനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. സഭ അത് അടിവരയിട്ട് പഠിപ്പിക്കുന്നത്. ആ ഒരു പ്രബോധനം വത്തിക്കാൻ കൃത്യമായിട്ട് അടിവരയിട്ട് പഠിപ്പിക്കുന്നു. പക്ഷേ സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ യേശുവിനെ അറിയാൻ പറ്റാതെ വരുന്നവർക്ക് അജ്ഞതര കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല, ദൈവം അവരെ ചേർത്ത് പിടിക്കും. ഇത് നമ്മൾ നന്നായിട്ട് തിരിച്ചറിയണം. 5-ാമത്തെ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, അക്രൈസ്തവ സഹോദരങ്ങളുടെ മത അനുഷ്ഠാനങ്ങളിലും സാംസ്കാരിക ആഘോഷങ്ങളിലും കുറെ നന്മകളുണ്ടല്ലോ. അതേക്കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. നന്മയുടെ അങ്കുരങ്ങള്, സത്യത്തിന്റെയും കൃപയുടെ സ്ഫുലിംഗങ്ങള്, പ്രകാശത്തിന്റെ രശ്മികള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവയെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അക്രൈസ്തവ മതങ്ങളോട് സഭയ്ക്കുള്ള നിലപാടിനെ സംബന്ധിച്ച പ്രഖ്യാപനം വത്തിക്കാൻ കൗൺസിൽ പുറപ്പെടുവിച്ച രേഖകളിൽ ഒന്നാണ്. അതിൻ്റെ 2-ാമത്തെ ഖണ്ഡിക നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: ഈ മതങ്ങളിൽ സത്യവും വിശുദ്ധവുമായതൊന്നും കത്തോലിക്ക സഭ നിഷേധിക്കുന്നില്ല. ആത്മാർത്ഥമായ ബഹുമാനത്തോടെ ആ പ്രവർത്തന രീതികളെയും ജീവിതശൈലികളെയും പരിഗണിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മറ്റ് മതവിശ്വാസങ്ങളിൽ അത് ബന്ധപ്പെട്ട സാംസ്കാരിക ആഘോഷങ്ങളിലുള്ള കുറെ നന്മയുടെ സാന്നിധ്യങ്ങൾ. പക്ഷെ അതേപറ്റി സഭ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. വീണ്ടും നന്മയുടെ അങ്കുരങ്ങൾ. അങ്കുരങ്ങൾ എന്ന് പറഞ്ഞാൽ മുളയാണ്. ഒരു മുള അതിൽ തന്നെ ഒരു ഫലവും പുറപ്പെടുവിക്കാൻ പര്യാപ്തമല്ല. ഒരു മാവിൻ്റെ തൈ, ഒരു മുള ഒരു പറമ്പിൽ പൊങ്ങി വരുന്ന മാങ്ങാണ്ടി മുളച്ച് അവിടെ നമുക്ക് മാമ്പഴം പിറക്കാനായിട്ട് ചെന്നിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ സത്യത്തിന്റെ കൃപയുടെ സ്ഫുലിംഗങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നു: അവന്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കു മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നിയമം മോശ വഴി ഉണ്ടായി, കൃപയും സത്യമാണ് യേശുക്രിസ്തു വഴി ഉണ്ടായി. കൃപയുടെ സത്യത്തിന്റെ നിറവായിട്ട് ഈശോയെ തിരുവചനം സാക്ഷിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന സ്ഫുലിംഗങ്ങളാണ്, തീപ്പൊരികൾ, സ്പാർക്ലെറ്റ്സ്. തീപ്പൊരികള് മിന്നുന്നിടത്ത് നമുക്ക് ആ തീപ്പൊരി വെച്ചുകൊണ്ട് വഴി നടക്കാൻ പറ്റുമോ? വെളിച്ചമായിട്ടെടുത്ത് അല്ലെങ്കിൽ ഭക്ഷണം പാചകം കഴിക്കാൻ പറ്റുമോ? ആ തീപ്പൊരി വെളിച്ചത്തെ നമുക്ക് വാഹിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. അതൊരു നേരിയ സാധ്യത മാത്രമാണ്. തീപ്പൊരിയെ തീയായിട്ട് മാറ്റിയെടുക്കണം, തിരി കത്തിച്ചെടുക്കണം. അങ്ങനെ തീപ്പൊരി പോലെയാണ് സത്യത്തിന്റെ കൃപയുടെ സാന്നിധ്യം മറ്റു മതവിശ്വാസികൾ കാണുന്നത്. 2-ാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സഭ ഒരിക്കലും ഒരു നന്മയും എവിടെയുള്ളതിനെ നിന്ദിക്കുന്നില്ല, പുച്ഛിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല, അവഗണിക്കുന്നില്ല. നമുക്കറിയാമല്ലോ, ഈശോ ആരെയും ഒരിക്കലും നിന്ദിച്ചിട്ടില്ല. റോമാക്കാരെയോ
ഗ്രീക്കുകാരെയോ വ്യഭിചാരികളെയോ ചുങ്കക്കാരെയോ പാപികളെയോ ആരെയും ഈശോ ഒരിക്കലും നിന്ദിച്ചിട്ടില്ല. സാത്താൻ ആവേശിച്ച അവസ്ഥയിൽ യൂദാസ്കറിയാത്ത ഒറ്റുകൊടുക്കാനായിട്ട് ഈശോ സമീപിക്കും പോലും ഈശോ നിന്ദിക്കുന്നില്ല, മറിച്ച് സ്നേഹിത എന്ന് വിളിക്കുകയാണ്. ഈശോയുടെ മനോഭാവം, ദൈവത്തിന്റെ ചൈതന്യം ഒരിക്കലും നിന്ദിക്കുന്നതല്ല, സ്നേഹിക്കുക, ആദരിക്കുക എന്നുള്ളതാണ്. അവിടെ ഈശോയുടെ അരൂപിയുള്ള വിശുദ്ധാത്മ ചൈതന്യമുള്ള ഒരു വ്യക്തിയും ഒരു ക്രൈസ്തവ വിശ്വാസിയും ഒരിക്കലും ആരെയും ഒന്നിനെയും നിന്ദിക്കുകയല്ല, പരിഹസിക്കുകയല്ല. പക്ഷേ നിന്ദിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് അവയെല്ലാം ആഞ്ഞു പുലുകുന്നു, ആശ്ലേഷിക്കുന്ന അർത്ഥമില്ല. ആറാമത്തെ കാര്യം, അക്രൈസ്തവ മത അനുഷ്ഠാനങ്ങളിലും സാംസ്കാരിക ആഘോഷങ്ങളിലുമുള്ള ഇപ്രകാരമുള്ള നന്മയുടെ അങ്കുരങ്ങള്, സത്യത്തിന്റെ കൃപയുടെ സ്ഫുലിംഗങ്ങള്, പ്രകാശത്തിന്റെ രശ്മിയുടെ സാന്നിധ്യം, ഇതൊക്കെ അവഗണിക്കുന്നില്ല, പുച്ഛിക്കുന്നില്ലെന്ന് പറയുമ്പോഴും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കാരണം അവയിലെല്ലാം സാത്താന്റെ ഇടപെടല് കലർന്ന കാര്യം കിടക്കുന്നു. ഈ സഭയുടെ ആഴപ്പെട്ട ബോധ്യമാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ദുഷ്ടനാൽ വഞ്ചിതരായി അവര് സത്യത്തെ കപടമാക്കി പകർത്തു അന്ധകാരത്തിൽ പെട്ടിരിക്കുന്നു. സാത്താന്റെ സാമ്രാജ്യം അവിടെ കയറി കിടക്കുന്നുണ്ട്. വിശ്വാസം സ്വീകരിക്കാനായിട്ട് ഈ സഹോദരങ്ങൾക്ക് എന്താണ് തടസ്സം എന്ന് ചിന്തിക്കുമ്പോൾ സഭ തിരിച്ചറിയുന്ന സാത്താൻ അവരെ തടസ്സപ്പെടുത്തി ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 13-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പാഫോസിലെ ഉപസ്ഥാനപതിയായ സെർജിയൂസ് പൗലോസ് ദൈവവചനം ശ്രവിക്കാൻ താല്പര്യപ്പെട്ട് ബർന്നബാസിനെ സാവൂളിനെ വിളിപ്പിച്ചു. എന്നാൽ മാന്ത്രികനായ എലിമാസ് വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു. പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂൾ ആകട്ടെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു, സാത്താന്റെ സന്താനമേ, സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ എന്ന് പറഞ്ഞുകൊണ്ട് ശാസിച്ചിട്ട് അവനൊരു അന്ധതയിലേക്ക് കാണാൻ പറ്റാത്ത അവസരിക്കപ്പെട്ടു പോകുന്നത് പറയുകയാണ്. അപ്പൊ സാത്താന്റെ സന്താനമേന്ന് വിളിക്കുകയാണ് അവിടെ ആ പറഞ്ഞ എലിമാസിനെ. കാരണം വിശ്വാസത്തെ തടയാൻ നോക്കുന്നത് സാത്താനാണ്. വചനത്തിന്റെ വിത്ത് വിതയ്ക്കുമ്പോൾ വിതക്കാരൻ്റെ ഒപ്പം നമ്മൾ വായിക്കുന്ന ലൂക്കാ 8 ആ വിത്ത് വീഴുമ്പോൾ തന്നെ പക്ഷി കൊത്തിക്കൊണ്ട് പോകുന്ന പോലെ കൊത്തിക്കൊണ്ട് പോകാനായിട്ട് സാത്താൻ വന്നതിനെ മാറ്റിക്കളയുന്നു. വിശ്വാസത്തിന്റെ വചനപ്രഘോഷണത്തിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താനായിട്ട് മുന്നേ നിൽക്കുന്ന സാത്താനാണ്. അവന്റെ വഞ്ചനയ്ക്ക് ഒരു വ്യക്തി ഇരയാകുമ്പോൾ വിശ്വാസത്തിലേക്ക് വരാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ടാണ് സാത്താനാൽ വഞ്ചിതനായി എന്ന് ഇവിടെ സഭ പഠിപ്പിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, സഭയുടെ മതബോധന ഗ്രന്ഥത്തില് പിശാചുക്കൾ എങ്ങനെയുണ്ടായി, മാലാഖമാർ എങ്ങനെ നിബന്ധിച്ചു, പിശാചുക്കളുടെ രീതി എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇവിടെ വത്തിക്കാൻ കൗൺസിൽ അങ്ങനെ പിശാചിനെ കുറിച്ചുള്ള ഒരു ഡീമനോളജി, സെറ്റനോളജിയെ കുറിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല. അക്രൈസ്തവ മതങ്ങളെ കുറിച്ച്, അവരിലേക്ക് നമ്മൾ എങ്ങനെ വിശ്വാസം എത്തിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നിടത്താണ് നേരെ സാത്താന്റെ വഞ്ചനയെക്കുറിച്ച്, ദുഷ്ടന്റെ ഇടപെടലിനെ കുറിച്ച്, സാത്താന്റെ സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ് സഭ പഠിപ്പിക്കുന്നത് മറക്കരുത്. ഇതാണ് നമ്മൾ അക്രൈസ്തവ വിശ്വാസ മേഖലകളിൽ വേരൂന്നി നിൽക്കുന്ന സാംസ്കാരിക ആഘോഷ പരിപാടികളിൽ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. സാത്താന്റെ സാന്നിധ്യം അവയിൽ ഉണ്ട് എന്ന് സഭ വിശ്വസിക്കുന്നു, സഭ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നു. ഇനി 7-ാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇങ്ങനെ നമ്മൾ ദുഷ്ടന്റെ വഞ്ചനയെക്കുറിച്ചും സാത്താന്റെ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സാത്താൻ, ദുഷ്ടൻ, പിശാചുക്കള് എന്നൊക്കെ പറയുമ്പം സഭ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, സഭ എന്താ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത ആവശ്യമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തില് സഭ ആധികാരികമായി പഠിപ്പിക്കുമ്പോൾ 2851-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്തൃ പ്രാർത്ഥനയിൽ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നല്ലോ. ആ ഒരു യാചനയെ കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ യാചനയിൽ തിന്മ ഒരു അമൂർത്ത അവതരണമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിയുടെ ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിന്റെ മുൻപിൽ പ്രതിബന്ധമായി തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. സാത്താനും പിശാചുക്കളും വ്യക്തികളാണ്, ചുമ്മാ ഒരു സങ്കല്പമോ ശക്തിയോ പഴയ കഥകളിലെ കഥാപാത്രങ്ങളോ ഒന്നും അല്ല എന്ന് സഭ പഠിപ്പിക്കുകയാണ്. 2018 മാർച്ച് 19 ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് നൽകിയ ഒരു അപ്പസ്തോലിക ഉദ്ബോധനമുണ്ട്, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ എന്ന പേരിൽ. ആ പ്രബോധനത്തിൽ 5 അധ്യായങ്ങളാണ് ഉള്ളത്. 5-ാമത്തെ അധ്യായത്തിന്റെ പേര് ആത്മീയ പോരാട്ടവും
ജാഗ്രതയും വിവേകവും എന്നാണ് പിശാചിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ പറയുന്നത്. അതേപോലെ വിശദീകരിക്കും പാപ്പ തെളിച്ചം പറയുകയാണ്, സാത്താനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ തിന്മയുടെ അരൂപിക്ക് എന്തുമാത്രം ഉപദ്രവം നമ്മുടെ ജീവിതങ്ങളിൽ വരുത്തി വെക്കാൻ സാധിക്കൂ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പോലും പറ്റുകയുള്ളൂ. എന്നിട്ട് പാപ്പ തുറന്ന് പറയുമ്പോൾ മതബോധന ഗ്രന്ഥം പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചപ്പോൾ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് സ്വർഗസ്ഥനായ പിതാവിനോട് അപേക്ഷിച്ചുകൊണ്ട് അത് ഉപസംഹരിക്കാൻ അവിടെ നമ്മൾ ആവശ്യപ്പെട്ടു. തിന്മ എന്ന വാക്ക് അമൂർത്തമായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ കൃത്യമായ ഒരു പരിഭാഷ ദുഷ്ടാരൂപി എന്നായിരിക്കും. നമ്മെ ആക്രമിക്കുന്ന വ്യക്തിപരമായ ഒരു അസ്തിത്വത്തെ അത് സൂചിപ്പിക്കും. അവരിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ദിവസവും അപേക്ഷിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചു. അവന്റെ ശക്തി നമ്മുടെ വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദുഷ്ടാരൂപി ഒരു വ്യക്തിയാണ്. ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുക അവന്റെ ശക്തി നമ്മുടെ മേൽ നടന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. തിന്മ, പിശാച്, സാത്താൻ എന്നൊക്കെ വ്യക്തിയാണെന്നുള്ള വചന വെളിപ്പെടുത്തൽ, സഭാ പ്രബോധനം, അനേക വിശുദ്ധരുടെ നമ്മുടെ തന്നെ അനുഭവങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ വ്യക്തിയാണെന്ന് പറയുമ്പോൾ എന്തായാലും വ്യത്യാസം ശക്തി മാത്രമല്ല. വ്യക്തി എന്ന് പറഞ്ഞാൽ വരാനും പോകാനും നോക്കാനും കാണാനും ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും ആഗ്രഹിക്കാനും പ്ലാനുകൾ പൂർത്തീകരിക്കാനാണ് പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാനും അതിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ ആനന്ദിച്ച് ആവേശം കൊള്ളാനും അത് പരാജയപ്പെട്ടു പോയാൽ അസ്വസ്ഥപ്പെടാൻ അറിവ് പിടിക്കാനും ഒക്കെ സാധിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. നമ്മൾ വ്യക്തികളാണ്. നമ്മളും പിശാചികളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം അവർക്ക് ശരീരമില്ല, നമുക്കൊരു ഭൗതിക ശരീരമാണ്. പൈശാചിക അരുവികളെ സാത്താനെയും വ്യക്തികളായിട്ട് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അവന് ഈ സാംസ്കാരിക ആഘോഷ പരിപാടികളുടെ പോലും പഴുതുകൾ ഉണ്ടാക്കി കയറാൻ ശ്രമിക്കുന്ന എന്തിനു വേണ്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ഉള്ളു തുറന്ന് കൊടുക്കുമ്പോൾ ഇവൻ വന്ന് കയറുന്നിടത്ത് അവൻ എന്തുമാത്രം ഉപദ്രവം വരുത്താൻ സാധിക്കും നമ്മൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. സാത്താൻ ഒരു വ്യക്തിയിലേക്ക് കടന്നു കയറാൻ പഴുത് കിട്ടിയാൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മരണം ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്ന ഉറപ്പാണ്. കാരണം പിശാച് കൊലപാതകയാണ്, ആദ്യം മുതലേ കൊലപാതകയാണ്. അവൻ എവിടെ അവസരം കിട്ടുന്ന അവിടെ കൊലപാതകം സംഭവിക്കും. ജോബിന്റെ കുടുംബത്തിലേക്ക് അവൻ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ സംഭവിക്കും. ജോബിന്റെ മക്കൾ എല്ലാവരും മരിച്ചു, കൊല്ലപ്പെട്ടു. ജോബിന്റെ ജീവിതത്തെ തൊട്ടേക്കൊരു തമ്പുരാൻ ശക്തമായിട്ട് താക്കീത് കൊടുത്തുകൊണ്ട് മാത്രമാണ് ജോബ് അവിടെ മരിച്ചു വീഴാതിരിക്കുന്നത്. യൂദാസ് കറിയാത്തയുടെ ജീവിതത്തിൽ സാത്താൻ അവസരം കിട്ടി. എങ്ങനെ അവസാനിച്ചു നമുക്കറിയാമല്ലോ, തൂങ്ങിച്ചത്ത് അവസാനിച്ചു. ഗദറായിലെ പിശാച് ബാധന്റെ സംഭവം വായിക്കുമ്പോൾ പന്നുകൾ പ്രവേശിച്ചോട്ടോ ചോദിച്ചു, ഈശോ അനുവദിച്ചു. അപ്പൊ അതിന്റെ അവസ്ഥ എന്താണ്? മുഴുവനും പോയി വെള്ളത്തിൽ വീണ് മുങ്ങിച്ചത്തു. കള്ളൻ വരുന്ന കൊല്ലാനും നശിപ്പിക്കാനുമാണ്. പിശാചൻ എവിടെയെങ്കിലും പഴു തുറന്നു കിട്ടിയാൽ അവന്റെ സാധനം നമ്മൾ തിരിച്ചറിയാതെ പോയാൽ അവന് വരുത്തി വെക്കും ദുരന്തം എന്ന് പറയുന്നത് വർണ്ണനാതീതമാണ്, വിവരണ അതീതമാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നമ്മൾ സാംസ്കാരിക ആഘോഷങ്ങളെ പരിഗണിക്കുമ്പോൾ അക്രൈസ്തവ ഉറവിടങ്ങളിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ആഘോഷങ്ങൾ നമ്മൾ ഗൗരവത്തോടെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്ന് തിരുവചനവും സഭ പ്രബോധനം വെച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ വിചിന്തനത്തിന്റെ 8ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. അത് ഉറവിടങ്ങളിലേക്ക് നോക്കിയെങ്കിലേ ഒരു പ്രസ്ഥാനത്തിന്റെ തനിമ എന്താ, ഉദ്ദേശം എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സാംസ്കാരിക ആഘോഷങ്ങളെ പറ്റി പരിഗണിക്കുമ്പോൾ പലരും മുന്നോട്ട് വെക്കുന്ന ന്യായമാണ്, അച്ഛാ ഞങ്ങള് സാംസ്കാരിക ആഘോഷങ്ങൾ ഏതെങ്കിലും മതവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല ചിന്തിക്കുന്നത്, കാണുന്നെന്നുള്ള. അവിടെ സാംസ്കാരിക തലം മാത്രം ഒരുമിച്ച് നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നു, ഒരുമിച്ച് ആഘോഷിക്കുന്നു, മത്സരങ്ങൾ പങ്കെടുക്കുന്നു, ഭക്ഷണം കഴിക്കും, സമ്മാനം കഴിയും, അതൊക്കെ സന്തോഷത്തിന്റെ കാര്യമല്ലേ, ഇത് മാത്രം നോക്കിയാൽ മതി എന്നുള്ളൊരു വാദഗതി മുന്നോട്ട് വെക്കുന്നുണ്ട്. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എത്ര നിർദോഷമെന്ന് തോന്നുന്ന രീതികളിലൂടെയാണ് സാത്താൻ തന്റെ പഴുതുകൾ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം സൂചിപ്പിച്ചതുപോലെ ഏതൊരു പ്രസ്ഥാനത്തിന്റെയും യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി അവ നിലവിൽ വന്നു കാര്യം മനസ്സിലാക്കണം. 2012 വത്തിക്കാൻ കൗൺസിലിന്റെ ആരംഭത്തിന്റെ സുവർണ ജൂബിലി വർഷത്തില് POCയിൽ നിന്നും വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റിന്റെ പ്രമാണരേഖകളുടെ നവീകരിച്ച പതിപ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ ചീഫ് എഡിറ്റർ ആയിട്ട് സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ അച്ഛനാണ്. അപ്പൊ ആ പതിപ്പിന്റെ ആമുഖത്തില് അച്ഛൻ ഇങ്ങനെ ആധികാരികമായ ദൈവശാസ്ത്ര വ്യക്തതയോടുകൂടി കുറിക്കുകയുണ്ടായി. വത്തിക്കാൻ കൗൺസിലിന്റെ മുദ്രാവാക്യമായി എങ്ങും ഉയർത്തി കാട്ടപ്പെട്ട ഒരു വാക്കാണ് പോളാറാമൻ മാർപ്പാപ്പ നിർവചിക്കുന്ന അജിയോർണമെന്തോ അഥവാ അധ്വന്നദാനീകരണം. സഭയെ കാലോചിതം പരിഷ്കരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ പരിഷ്കരണത്തിന്റെ നവീകരണത്തിന്റെ അടിസ്ഥാനമായി കൗൺസിൽ ഉയർത്തിപ്പിടിച്ച സ്രോതസ്ഥിതീകരണവും ഉറവിടങ്ങളെ അടിയുറച്ചു നിൽക്കൽ അജിയോർണം എന്തിയോട് ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് കൗൺസിലിന്റെ കാഴ്ചപ്പാട്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് മുദ്രാവാക്യങ്ങളായിട്ട് വത്തിക്കാൻ കൗൺസിൽ ഉയർത്തിപ്പിടിച്ചത്. ഇവിടെ കൊച്ചുറമിച്ചം പറയുകയാണ്. ഒന്ന്, അധ്വന്നദാനീകരണം, ആനുകാലികമായ കാലത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ നവീകരിച്ച് ചേർക്കുക. രണ്ട്, ഉറവിടങ്ങളെ അടിയുറച്ചു നിൽക്കുക, സ്രോതസ്ഥിരീകരണം.
ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന നവീകരിച്ച പതിപ്പിന്റെ ആരംഭത്തില് ജോസഫ് കല്ലറങ്ങാട്ട് കൗൺസിലിന്റെ ദൈവശാസ്ത്ര പ്രസക്തിയെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയിട്ട് ചേർത്തിട്ടുണ്ട്. അവിടെ പിതാവ് ഇങ്ങനെ എഴുതുകയാണ്: സഭയുടെ ആരംഭകാല ദൈവശാസ്ത്രങ്ങൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും ഈ കൗൺസിൽ കണ്ടെത്തി. ഏറ്റവും പ്രധാനമായി ഉറവിടങ്ങളിൽ അധിഷ്ഠിതമല്ലാത്ത ദൈവശാസ്ത്ര ചിന്തകളുടെ പാപ്പരത്വം ഇത് വെളിപ്പെടുത്തി. അപ്പൊ ഉറവിടങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം ദൈവശാസ്ത്ര ചിന്തകൾ എന്നുള്ളത് കൗൺസിലിന്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഉറവിടങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വേണം നമ്മൾ ആനുകാലികമായി വിശ്വാസത്തെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ എന്ന് സഭ ഇങ്ങനെ വ്യക്തമായിട്ട് മുദ്രാവാക്യം എടുത്ത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ ഒരു തത്വം ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് മാത്രമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, മറിച്ച് ഏതൊരു പ്രസ്ഥാനത്തിന്റെ തനി നിറം നിജസ്ഥിതി അറിയണമെങ്കിൽ അതിന്റെ ഉറവിടങ്ങളിലേക്ക് നോക്കണം. ഉദാഹരണത്തിന് ക്രിസ്തുമസ് ആഘോഷം ബന്ധപ്പെട്ട് എന്തുമാത്രം സാംസ്കാരിക ആഘോഷ പരിപാടികളാണ് ലോകമെങ്ങും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ക്രിസ്തുമസ് കരോള്, ക്രിസ്തുമസ് കേക്ക്, ക്രിസ്തുമസ് ട്രീ, ക്രിസ്മസിന്റെ പുൽക്കൂട്, ക്രിസ്മസ് ആശംസ കാർഡുകള്, ക്രിസ്മസ് പപ്പ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ക്രിസ്മസിന്റെ ഈശ്വര തിരുപ്പിറവിയെ അവഗണിച്ചുകൊണ്ട് ക്രിസ്മസ് ബന്ധപ്പെട്ട സാംസ്കാരിക ആഘോഷം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞ പോലെ കുറച്ചുപേര് പറയുകയാണ് ഞങ്ങൾ അതിന്റെ മത ചിന്തയൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, ഈ സാംസ്കാരിക വശം മാത്രം എടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മയാണ്, അവിടെ കേക്ക് മേള ഞങ്ങൾ നടത്തുകയാണ്, പപ്പ മത്സരം നടത്തുകയാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ മത്സരം നടത്തുകയാണ്, അത്ര മാത്രമേ ഉള്ളൂ എന്ന് എത്ര പേര് പറഞ്ഞാലും അതിനെ ആത്മീയമായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അനേകർക്ക് ഈ ക്രിസ്മസിന്റെ ഈശോയുടെ തിരുപ്പിറമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവഗണിക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ ലോകം മുഴുവനും ക്രിസ്മസിനെ വെറും ഒരു സാംസ്കാരിക ആഘോഷം മാത്രമായിട്ട് എടുക്കാൻ തീരുമാനിക്കണമെന്ന് വിചാരിക്കുക, എങ്കിൽ പോലും അതിന്റെ മതപരമായ ഉറവിടം ഇല്ലെന്നായി പോകുന്നുണ്ടോ? ഈശോ എന്ന രക്ഷകന്റെ ജനനത്തിന്റെ ആഘോഷമായിട്ടാണ് ഈ ആധാരത്തെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്മസിനെ വരെ സാംസ്കാരികമായിട്ട് ആഘോഷിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള സാംസ്കാരിക ആഘോഷങ്ങൾ ഒരുപാട് എണ്ണം ഏതെങ്കിലും മതവിശ്വാസത്തോട് ബന്ധപ്പെട്ടാണ്, അത് വ്യക്തമാണ്. അപ്പൊ നമ്മൾ ആരെല്ലാം കയറി ഇതൊരു മതപരമായ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്ന അവകാശം ഉന്നയിച്ചാലും സ്നേഹമുള്ള സഹോദരങ്ങളെ, അതുമായിട്ട് മതപരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളെ സമ്മതിക്കുമോ? അവരുടെ തമ്മിൽ എന്തായിരിക്കും പറയും, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, നിങ്ങൾക്ക് ഒരു സാംസ്കാരികമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇത് അങ്ങനെയല്ല. ആരുടെ വാദഗതി നമ്മൾ പരിഗണിക്കേണ്ടത്? നമ്മുടെ വാദഗതിയോ അതോ ഈ സാംസ്കാരിക ആഘോഷങ്ങളെ സ്വന്തം വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കണ്ട് ആഘോഷിച്ചു വന്ന ജനങ്ങളുടെ വാദഗതിയോ? ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഏതൊരു സാംസ്കാരിക ആഘോഷത്തെ പറ്റി പരിഗണിക്കുമ്പോൾ ആ സാംസ്കാരിക ആഘോഷത്തിന്റെ ഉറവിടം ഏതാണ്, ഏതൊരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണത്, എന്ത് ഉദ്ദേശത്തെ സ്ഥാപിക്കപ്പെട്ടതാണത് എന്നുള്ളത് പരിഗണിച്ചെങ്കിൽ മാത്രമേ അതിന്റെ പ്രസക്തിയും അതിലൂടെ കൈമാറപ്പെടുന്ന സ്വാധീനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ഈ വിചിന്തനത്തിന്റെ 9ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. അതായത് ഈ സാംസ്കാരിക ആഘോഷങ്ങളുടെ കൈമാറപ്പെടുന്ന സ്വാധീനങ്ങൾ എന്ന് പറഞ്ഞില്ലേ, എന്താണ് ആ സ്വാധീനങ്ങൾ? ഏതൊരു പ്രവൃത്തിക്കും എത്ര ബാഹ്യമായതാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അദൃശ്യ മേഖലയുണ്ട്. ദൃശ്യവും അദൃശ്യമായ കാര്യങ്ങള് സങ്കലിതമായി ഒരുമിച്ച് കുടികൊള്ളുന്നതാണ്. ഹെബ്രായ ലേഖനത്തിന്റെ 11ാം അധ്യായം 3ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കാണപ്പെടുന്നവ കാണപ്പെടാത്തവയെന്നുണ്ടായി. വിശ്വാസത്തിന്റെ വഴിയെ നടക്കുന്ന ഏതൊരു വ്യക്തിക്കും അദൃശ്യമായൊരു ലോകത്തെ കുറിച്ചുള്ള ചിന്ത അവഗണിക്കാൻ പറ്റത്തില്ല. നമുക്കൊരു ആത്മാവുണ്ട്, ദൈവത്തിന്റെ അരൂപിയുണ്ട്, അലാഖമാർ അതുവച്ച് പിശാചുക്കളുണ്ട്, സ്വർഗമുണ്ട്, നിത്യതയുണ്ട്. ഇതെല്ലാം വിശ്വാസ മേഖല ഭാഗമാണ്. വിശ്വാസമില്ല എന്ന് വാദിക്കുന്ന ആൾക്കാർ എത്ര വാദിച്ചാലും ഈ യാഥാർത്ഥ്യങ്ങൾ ഇല്ലെന്നാകുന്നില്ല. ഇതാണ് വാസ്തവം, ഇതാണ് സത്യം. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ ബൈബിളിന്റെ ആരംഭം തന്നെ എന്താ പറയുന്നത്? അദൃശ്യനായ ദൈവം ദൃശ്യമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അദൃശ്യനായ ദൈവം നിരന്തരം ഇടപെട്ടുകൊണ്ട് ആദത്തെ പിന്നെ ഔവയെ അവരെ ദൃശ്യമേ പർദീസയിലാക്കി. അവിടെയാണല്ലോ ബൈബിളിന്റെ ആരംഭം. രക്ഷാകര പ്രവർത്തനങ്ങളുടെ ആരംഭം നമ്മൾ അബ്രാഹത്തിന്റെ വീഡിയോയിലൂടെ കാണുമ്പോൾ അബ്രാഹം എന്ന ഒരു വ്യക്തി ഊർന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു പിതാവ്, ഒരു മനുഷ്യൻ, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അദൃശ്യനായ ദൈവം കടന്നു വന്നു. അബ്രാഹം വിളിച്ചു. 12 വാക്യങ്ങൾ അവിടെയാണ് വിളി ആരംഭിക്കുന്നത്. മോശ വഴിയാണല്ലോ യഹൂദ വിശ്വാസം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ പ്രബോധനങ്ങൾ നിയതമായ രൂപം പ്രാപിക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? മോശ അമ്മായിപ്പന്റെ ആട് മേയിച്ച് ഹോറേ മലയിൽ നടക്കുമ്പോൾ അദൃശ്യനായ ദൈവം കത്തിയെരിയുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്, സംസാരിക്കുകയാണ്. വീണ്ടും സീനാ മലമുകളിൽ മോശയെ വിളിച്ചു കയറ്റി ദൈവം സംസാരിച്ച് കൽപ്പന കൊടുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ഇതുവരെയുള്ള സകല വിശുദ്ധ ഗ്രന്ഥ വെളിപാടുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ദൃശ്യ അദൃശ്യ മേഖല അവിടെ ആഴപ്പെട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ യോർദാനില് സ്നാനം സ്വീകരിച്ചു. ദൃശ്യമായ കുറച്ച് കർമ്മങ്ങൾ സ്നാപകൻ അവിടെ ചെയ്ത് വെള്ളം കോരി ഒഴിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ അദൃശ്യമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. പ്രാവിന്റെ രൂപത്തിൽ അദൃശ്യനായ പരിശുദ്ധാത്മാവ് എഴുന്നേറ്റ് വന്നു.
പിതാവായ ദൈവത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത് സ്നാപകൻ കേൾക്കുകയാണ്. കണ്ടോ, അദൃശ്യ ലോകം ദൃശ്യലോകം ചേർന്നിരിക്കുന്നു. ദൗത്യം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈശോ മരുഭൂമിയിൽ കൊണ്ടുപോയി എന്തിനാണ്? അദൃശ്യമായ സാത്താന്റെ സാന്നിധ്യം, സാത്താന്റെ കെണികള്, അതിനെ മറികടക്കാനുള്ള കരുത്തിലേക്ക് പ്രാർത്ഥനയും ഉപവാസം പരീക്ഷ കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പോരാട്ടത്തോടുകൂടിയാണ് അവിടെ ആരംഭിക്കുക. അപ്പൊ ദൃശ്യവും അദൃശ്യവുമായ മേഖല എന്തുമാത്രം ചേർന്ന് നിൽക്കുന്ന എന്നുള്ളത് നമുക്ക് ഏതൊരു വ്യക്തിക്കും പ്രത്യേക വിശ്വാസിക്ക് ഒരിക്കലും അവഗണിക്കാനായിട്ട് പറ്റുകയില്ല. വീണ്ടും 3 അപ്പസ്തലന്മാരെ കൂട്ടിക്കൊണ്ട് ഈശോ ഉയർന്നൊരു മലയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 3 പേരെ കൂട്ടിക്കൊണ്ട് ഈശോ മലമുകളിൽ പ്രാർത്ഥിക്കാൻ ചെന്നു. പക്ഷെ പ്രാർത്ഥന നമ്മൾ കാണുന്ന മലമുകളിൽ ഈശോയ്ക്ക് 3 പേരെ മാത്രമല്ല, ഈശോ കൂട്ടിക്കൊണ്ട് പോകാത്ത വേറെ 3 പേരും കൂടെ അവിടെയുണ്ട്. മോശ, ഏലിയ, പിന്നെ കനത്ത മേഘത്തിൽ പിതാവായ ദൈവം. അപ്പൊ നോക്കിക്കേ, 3 പേര് ദൃശ്യമായി അവിടെ സന്നിഹിതരാണ്, 3 പേര് അദൃശ്യ സന്നിഹിതരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു കർമ്മത്തിലും ഈ ദൃശ്യ അദൃശ്യ മേഖലകളുടെ സങ്കലനമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നാം ഏർപ്പെടുന്ന ദൃശ്യപരമായ ബാഹ്യമായ പ്രവൃത്തി, അതിൻ്റെ സ്വഭാവവും ഉദ്ദേശവും ഉറവിട സ്വാധീനങ്ങളും അനുസരിച്ചാണ് ആ പ്രവൃത്തിയോട് അനുബന്ധിച്ചുള്ള അദൃശ്യ സാന്നിധ്യങ്ങൾ നിർണയിക്കപ്പെടുന്നത്. ഈശോ ആത്മീയമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മലമുകളിലേക്ക് ചെന്നപ്പം ആത്മീയരായ വ്യക്തികള് മോശ, ഏലിയ, ദൈവയുടെ കടന്നു വരികയാണ്. പൈശാചികമായ കർമ്മങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കുമ്പോൾ പിശാചിന്റെ സാന്നിധ്യ വ്യക്തി കടന്നു വരും. യൂദാസ് കറിയാത്ത ഈശോ പങ്കുവച്ച വചനം സ്വീകരിക്കാതെ അതിനെ വിശുദ്ധീകരിക്കാതെയും പാപ വഴിയിലൂടെ നീങ്ങിയപ്പോൾ യൂദാസിന്റെ പക്കലേക്ക് കടന്നു വരുന്ന സാത്താനാണ്. യൂദാസിനോട് സംസാരിക്കുന്നത് സാത്താനാണ്. യൂദാസിൽ വന്ന് ആവസിക്കുന്ന സാത്താനാണ്. എന്തുകൊണ്ടങ്ങ് സംഭവിച്ചു? യൂദാസ് എന്ന ഒരു മനുഷ്യ വ്യക്തി സ്വന്തം ആലോചനയായിട്ട് മാത്രം പോകുന്നതല്ല അവിടെ സംഭവം. അദൃശ്യനായ സാത്താന്റെ സാന്നിധ്യം യൂദാസിലേക്ക് വരുന്നു, പ്രവേശിക്കുകയും ചെയ്യുന്നു. യുദാസിനെ കൊണ്ട് സാത്താൻ പ്രവർത്തിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ ഏർപ്പെടുന്നതായ മത അനുഷ്ഠാനങ്ങള്, സാംസ്കാരിക ആഘോഷങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരുവികൾ ഏതാണ്, അദൃശ്യ ലോകം ഏതാണ്, അതിന്റെ സ്വാധീനം അവിടെ വരും. ഇതാണ് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്. സാംസ്കാരിക ആഘോഷങ്ങളുടെ ഉറവിടങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്വഭാവം മനസ്സിലാക്കാന്ന് പറയുമ്പോൾ ആ ഉറവിടങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവികമായ കാര്യങ്ങളാണോ അതോ പൈശാചികമായ കാര്യങ്ങളാണോ, അതനുസരിച്ചായിരിക്കും ആ ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ ബാഹ്യമായിട്ട് അത്ര നിർദോഷമായിട്ട് തോന്നിയാലും നമുക്കുണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങൾ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഭക്ഷണത്തില് മായം കലർന്നാല് വയറ് കേടാകും, രോഗം പിടിപെട്ടും, ചിലപ്പോൾ ആള് തന്നെ പോയെന്ന് വരും. സിമെന്റില് മായം കലർത്തിയാലോ ആ സിമെന്റിനുണ്ടാക്കുന്ന കെട്ടിടങ്ങള്, പാലമൊക്കെ പ്രതീക്ഷിക്കാത്തപ്പോൾ തകർന്നുള്ള ഒരു ദുരന്തമുണ്ടാകും. വിശ്വാസത്തിൽ മായം കലർന്നാലോ അതിനേക്കാൾ വലിയ അപകടമാണ്. ഈ മായം കലർത്തലാണ് പിശാച് ഒരുമ്പെടുന്നതായ അവന്റെ വലിയൊരു സാത്താനിക ആക്രമണ മേഖല. തടയാൻ നോക്കും, വിശ്വാസികളെ തടയാൻ നോക്കും. വചനത്തിന്റെ വിത്ത് പക്ഷി കൊത്തിക്കൊണ്ട് പോയിക്കൊണ്ട്, എന്നിട്ടും വചനത്തിന്റെ വിത്ത് വിതച്ച് കൃഷി വളർന്നു വരികയാണ് എങ്കിലോ മത്തായി 13 കളകളുടെ ഉപമ. അങ്ങനെ നല്ല ഗോതമ്പ് വളർന്നു വരുന്നിടത്ത് സാത്താൻ ഒതുക്കത്തിൽ വന്ന് രഹസ്യമായിട്ട് വന്ന് കള വിതയ്ക്കുന്നു. അതാണ് അവന് നിർദോഷം തോന്നുന്ന രീതിയിലൂടെ സാംസ്കാരിക ആഘോഷങ്ങളുടെ ഒക്കെ അവന് ഇടപെടാൻ നോക്കുന്ന ഒരു കാര്യം. ഇവിടെ നമ്മൾ ഈ വിചിന്തനത്തിന്റെ 10ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഇങ്ങനെയുള്ള ഈ സാത്താന്റെ ആധിപത്യമുള്ള, സ്വാധീനമുള്ള ഈ അക്രൈസ്തവ വിശ്വാസ മേഖലകളെ, അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക ആഘോഷങ്ങളെ, പരിപാടികളെയും എങ്ങനെ സമീപിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതാണ് ഈ അടുത്ത പോയിന്റ്. ഇവിടെ സഭ മുന്നോട്ട് വെക്കുന്ന ആശയം പ്രേക്ഷിത പ്രവർത്തനമാണ്. തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ 16ാം ഖണ്ഡിക പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. 16ാമത്തെ ഖണ്ഡിക സഭയും അക്രൈസ്തവ മതങ്ങളുമാണ്. 17ാം ഖണ്ഡിക പ്രേക്ഷിത പ്രവർത്തനമാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നിരിക്കുന്നത്? പ്രേക്ഷിത പ്രവർത്തനം വഴി മാത്രമേ നമുക്ക് അക്രൈസ്തവ സഹോദരങ്ങളെ അവരെ എത്തിക്കേണ്ട അവസരക്ക് എത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. സഭയുടെ മനസ്സതാണ്. സഭ പഠിപ്പിക്കുകയാണ്, അക്രൈസ്തവ സഹോദരങ്ങളുടെ മത അനുഷ്ഠാനങ്ങളിലും ജനപദങ്ങളുടെ സംസ്കാരങ്ങളിലുമുള്ള നന്മയുടെ അങ്കുരങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ സഭ പ്രവർത്തിക്കുന്നു. മാത്രമല്ല അവയെ ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും ദൈവമഹത്വത്തിനായും പിശാചിന്റെ ലജ്ജയ്ക്കും മനുഷ്യ സൗഭാഗ്യത്തിനായി പൂർണ്ണതയിൽ എത്തിക്കുകയും ചെയ്യുന്നതിനാണ് സഭ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പൊ സഭയ്ക്ക് മറ്റ് മതമേഖലകളും അതിന് ബന്ധപ്പെട്ട സാംസ്കാരിക മേഖലയുമായുള്ള പ്രസക്തി, കാര്യം, സാങ്കത്യം എന്ന് പറയുന്നത് എന്താണ്? അവയെ ഉയർത്തിയെടുക്കുക, ശുദ്ധീകരിക്കുക, അതുവഴി മനുഷ്യർക്ക് സൗഭാഗ്യം കൊടുക്കുക, ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുക, ഒപ്പം സാത്താന് ലജ്ജ, സാത്താന്റെ സമരം തകർക്കുക. ഇങ്ങനെ ഒരു പ്രവർത്തനമല്ല സഭയ്ക്ക് വേറൊരു പ്രവർത്തനം ഈ മേഖലയിൽ ഇല്ല. വെറുതെ നമ്മൾ മറ്റു മതാനുഷ്ഠാനങ്ങൾ ചെന്ന് കയറി എല്ലാ കാര്യങ്ങളും എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് അത് വെച്ച് പാടിയും പ്രാർത്ഥിച്ച് നോക്കുന്നത് ഒരിക്കലും ഈശോ വിഭാവനം ചെയ്ത സുവിശേഷ പ്രവർത്തന ശൈലിയല്ല. അല്ലെങ്കിൽ മറ്റ് സാംസ്കാരിക ആഘോഷങ്ങളിലുള്ള ഘടകങ്ങളെ അതേപടി എടുത്ത് നമ്മുടെ കുടുംബങ്ങളിലേക്കും
പള്ളികളിലേക്കും ജീവിതത്തിലേക്കും പകർത്തിയെടുത്തിട്ട് അങ്ങനെ അവരുമായുള്ള കൂട്ടായ പങ്ക് വെച്ചുകൊണ്ട് സന്തോഷ സൗഭാഗ്യം അനുഭവിക്കാനായിട്ട് ഇടവരുത്തുക. ഇതൊരിക്കലും തമ്പുരാന്റെ ശൈലിയല്ല. സഭ ഇത് പഠിപ്പിക്കുന്നുമില്ല. ഇപ്പോൾ സഭ എടുത്തു പറയുകയാണ്, ഇങ്ങനെയുള്ള ഈ വിജാതി അക്രൈസ്തവ മേഖലകളിലെ വിശ്വാസങ്ങളെയും സാംസ്കാരിക ആഘോഷങ്ങളെയും സമീപിക്കേണ്ടത് അവയെ ശുദ്ധീകരിക്കാൻ, ഉയർത്താൻ, അങ്ങനെ സൗഭാഗ്യം ധരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടാണ്. ഇനി എങ്ങനെയാണ് ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും ചെയ്യേണ്ടതും? അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ഉപയോഗിക്കാം, അവരുടെ പ്രാർത്ഥനാ ഗീതികൾ നമുക്കെടുക്കാം, അവരുടെ ആരാധനാ ക്രമങ്ങൾ നമുക്കിങ്ങനെ അനുരൂപപ്പെടുത്തി സ്വന്തമാക്കിയെടുക്കാം. അവരുടെ സാംസ്കാരിക ആഘോഷങ്ങൾ നമുക്ക് നമ്മുടെ പള്ളികളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, സംഘടനകളിലേക്ക്, ഭവനങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് പല രീതിയിൽ എടുക്കാത്ത ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് സഭ ചിന്തിച്ചിട്ടേ ഇല്ല, സഭ പഠിപ്പിച്ചിട്ടേ ഇല്ല. സഭ പറയുന്ന വാക്കുകൾ ഇതാണ്: അവയെ ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും ചെയ്തുകൊണ്ട് വേണം പൂർണ്ണതയിലെത്തിക്കാൻ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാമല്ലോ, യൂദാ ലേഖനത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു: ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് അവരുടെ കരുണ കാണിക്കുവിൻ എന്നാ പറയുന്നത്. വളരെ ജാഗ്രതയോടെ വേണം നമ്മൾ തിന്മയുടെ അടിമത്തത്തിൽ പെട്ട് കഴിയുന്നവരെ കൈകാര്യം ചെയ്യാൻ. വൈദ്യുതി ഷോക്ക് അടിച്ച് കിടന്ന് അസ്വസ്ഥപ്പെടുന്ന, മരണത്തിലേക്ക് പോകുന്ന വ്യക്തികളെ സഹായിക്കാനായിട്ടൊരു വ്യക്തി ഓടിച്ചെല്ലുമ്പോൾ എത്ര ജാഗ്രത എടുക്കണം നമുക്കറിയാം. അല്ലെങ്കിൽ ആ ഷോക്കടിച്ച് പിടയുന്ന വ്യക്തി പെട്ടുകിടക്കുന്ന അതേ അപകടത്തിലേക്ക് സഹായിക്കാൻ ചെല്ലുന്ന വ്യക്തിയും എത്രയും പെട്ടെന്ന് പെട്ട് രണ്ടുപേരും ഒരുമിച്ച് നശിക്കുന്ന അവസ്ഥ വരാം. എന്ന് പറഞ്ഞത് ജാഗ്രത വേണം. നമ്മൾ ദുഷ്ടന്റെ വഞ്ചനയ്ക്കിരയായി സാത്താന്റെ സാമ്രാജ്യത്തിൽപ്പെട്ട് തിന്മയുടെ വിവിധ രൂപത്തിലുള്ള മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നതായ ഈ അക്രൈസ്തവ വിശ്വാസ മേഖലകൾ, അതിൽ ഉരുവാകുന്ന സാംസ്കാരിക ആഘോഷ പരിപാടികൾ ചിന്തിക്കുമ്പോൾ വീണ്ടും സഭ കൃത്യമായിട്ട് പ്രബോധനം നൽകുകയാണ്. എങ്ങനെ പ്രവർത്തിക്കണം? സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സഭ ശ്രോതാക്കളെ വിശ്വാസത്തിലേക്കും വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലേക്കും ആകർഷിക്കുകയും മാമോദിസ സ്വീകരിക്കാൻ ഒരുക്കുകയും ചെയ്യുന്നു. അവരെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് പിടിച്ചകറ്റുകയും മിശിഹായുടെ ഏക ശരീരമാക്കുകയും ചെയ്യുന്നു. ഇതാണ് കൗൺസിലിന്റെ വാക്കുകൾ. സുവിശേഷം അറിയിക്കുക, പ്രേക്ഷിത പ്രവർത്തനം നടത്തുക, അതുവഴിയായിട്ടാണ് വിശ്വാസത്തിലേക്ക് ആനയിക്കണം, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലേക്ക് കൊണ്ടുവരണം, മാമോദിസ സ്വീകരിക്കാൻ ഒരുക്കണം, അങ്ങനെ ക്രിസ്തുവിനോട് ഏക ശരീരമാക്കണം. ഈ ഒരു പ്രവർത്തന ശൈലി അല്ലാതെ മറ്റ് അക്രൈസ്തവ സഹോദരങ്ങളുമായി വീണ്ടും ആവർത്തിക്കാൻ, അവരുടെ വിശ്വാസ മേഖലയുടെ ആഘോഷമായി, സാംസ്കാരിക ആഘോഷങ്ങളുമായി ഇടപെടാനുള്ള യാതൊരു വഴികളും സഭ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ള മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനം, സുവിശേഷ പ്രഘോഷണം, അതേക്കുറിച്ച് തിരുസഭയെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ 17-ാം ഖണ്ഡിക നമ്മൾ വായിക്കുമ്പം 3 പരാമർശങ്ങൾ എടുത്തു പറയുന്നുണ്ട്. മിശിഹായുടെ ഗൗരവമേറിയ കൽപ്പനയാണിത്, സുവിശേഷം പ്രസംഗിക്കണം. വീണ്ടും പറയാണ്, പൗലോസ് ഉദ്ധരിച്ചുകൊണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ എനിക്ക് ദുരിതം, സഭയ്ക്ക് ദുരിതമാണ് ഈ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ. വീണ്ടും പറയാണ്, സഭ അരൂപിയാൽ നിർബന്ധിക്കപ്പെടും ഇപ്രകാരം പ്രവർത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വത്തിക്കാൻ കൗൺസിലിന്റെ നവീകരിച്ച പ്രമാണരേഖ ഞാൻ സൂചിപ്പിച്ച 2012 പുറപ്പെടുവിച്ചത്. അതിന്റെ ആരംഭത്തില് ഈ കൗൺസിലിന്റെ ദൈവശാസ്ത്ര പ്രസക്തിയെക്കുറിച്ച് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് എഴുതുന്ന ലേഖനത്തില് ഇങ്ങനെ പറയുകയാണ്: സഭ സ്വഭാവത്താല് പ്രേക്ഷിതയാണ്, പ്രേക്ഷിതയാകാതിരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടന്നിരുന്നവരെ എല്ലാം വത്തിക്കാൻ കൗൺസിൽ തട്ടി ഉണർത്തി. സഭ ഉണർവോട് എഴുന്നേറ്റ് ചുറുചുറുക്കോടെ നടക്കണമെന്ന് പഠിപ്പിച്ചു. പ്രേക്ഷിത സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിനും സഭ എന്ന പേരിന് പോലും അർഹതയില്ലെന്ന നിലപാടുകൾ രംഗത്ത് വന്നു. അപ്പൊ ഇന്ന് കല്ലറങ്ങാട്ട് പിതാവിന്റെ വാക്കുകളാണ്. പ്രേക്ഷിത പ്രവർത്തന മേഖലയെ ഉറങ്ങിക്കിടന്നിരുന്ന സഭാമക്കളെ എല്ലാം തട്ടി ഉണർത്തി വത്തിക്കാൻ കൗൺസിൽ ചുറുചുറുക്കോടെ പ്രേക്ഷിത പ്രവർത്തനം ഏർപ്പെടുന്ന പഠിപ്പിച്ചു. പ്രേക്ഷിത പ്രവർത്തനം നടത്താത്ത ഒരു സഭയ്ക്ക് സഭ എന്ന പേരിന് പോലും അർഹതയില്ല എന്ന് വത്തിക്കാൻ കൗൺസിൽ ബോധ്യപ്പെടുത്തുന്നു. അത്രമാത്രം പ്രാധാന്യമാണ് വത്തിക്കാൻ കൗൺസിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന്, സുവിശേഷ പ്രവർത്തനം നൽകിയിരിക്കുന്നത്. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ കണ്ടു കഴിഞ്ഞു. മാമോദിസ സ്വീകരിക്കാനായിട്ട് അവരെ ഒരുക്കണം. അങ്ങനെ വേണം അവരെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് പിടിച്ചകറ്റി മിശിഹായുടെ ഏക ശരീരമാക്കേണ്ടത്. വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലേക്ക്, മാമോദിസ സ്വീകരണത്തിലേക്ക്. ഇതാണ് സഭയുടെ ഉന്നത, സഭയുടെ മനസ്സ്. അപ്പൊ വിശ്വാസം ഏറ്റുപറയാനും മാമോദിസ സ്വീകരിക്കാനും നമ്മുടെ അക്രൈസ്തവ സഹോദരങ്ങളെ പ്രേരിപ്പിക്കുന്നില്ലാത്ത ഒരു ഇടപെടലും അവരുമായിട്ട് നടത്തുന്നതിനെ കുറിച്ച് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല. സഭ ഇത് പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഇടപെടാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള തിന്മ ഇങ്ങോട്ട് പകർന്നു കിട്ടുന്ന അനുഭവം ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഈ മാമോദിസയെ പറ്റി പറയുമ്പോൾ മാമോദിസയുടെ പ്രസക്തി എന്താ? മാമോദിസ പരികർമ്മം ചെയ്യാനായിട്ട് കാർമികൻ തിരുവസ്ത്രം കടഞ്ഞ് പള്ളിയുടെ
വാതിൻ്റെ പുറത്ത് വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥന ആരംഭിച്ച് കഴിയുമ്പോൾ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്കറിയാം. സീറോ മലബാർ റൈറ്റ് അനുസരിച്ച് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, പിശാചിന്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു? പിശാച് ഉണ്ടോ ഇല്ലയോ എന്ന് ബോധ്യമില്ലാത്ത ഏത് വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ മതിയാവും മാമോദിസ മുങ്ങണമെങ്കിൽ. അതിന്റെ അർത്ഥം എന്താണ്? മാമോദിസ മുങ്ങുന്നില്ലാത്ത ഒരു വ്യക്തി പിശാചിന്റെ അടിമത്തത്തിലാണ് തുടരുന്നത്. ഒരു വ്യക്തി അങ്ങനെ വന്ന് നിന്നിട്ട് ചോദ്യത്തിന് ഉത്തരം പറയാൻ നേരത്ത് പറയുകയാണ്, അങ്ങനെ വലിയ ആഗ്രഹമൊന്നും ഇല്ല അച്ഛ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ ചെയ്യാൻ പറ്റുക? അച്ഛൻ പറയും, എന്നാൽ കപ്പ്യാരെ പള്ളി അടച്ചു, തിരികെടുത്തിക്കോ, മുന്നോട്ട് മാമോദിസ നൽകാൻ പറ്റിയല്ല. കാരണം ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അപ്പൊ വ്യക്തി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്? പിശാചിന്റെ അടിമത്തത്തിലാണ്. ഇതാണ് 2000 വർഷമായിട്ട് കത്തോലിക്ക സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസത്തിന്റെ ബോധ്യം. 1972 നവംബർ 15 വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ, പാപ്പയാണ് 2ാം അധികാരം പൂർത്തിയാക്കിയ പിതാവും, പാപ്പ നൽകിയ ഒരു പ്രബോധനമുണ്ട്, ഡെലിവർ അസ് ഫ്രം ഈവിൾ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. അതിൽ പാപ്പ പറയുകയാണ്, ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യ ശിശുവും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്നതിനേക്കാൾ പിശാചിന്റെ കരങ്ങളിലേക്ക് വീഴുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും, അതിശോക്തി തന്നെ തോന്നിപ്പോകും. പക്ഷെ അടുത്ത വാക്ക് പാപ്പ പറയാണ്, മാമോദീസയുടെ ശുശ്രൂഷ വഴി സഭയിലൂടെയാണ് ദൈവം അങ്ങനെയുള്ള ഓരോ മനുഷ്യ വ്യക്തിയെയും മനുഷ്യ കുഞ്ഞിനെയും പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെടുത്ത് ദൈവത്തിന്റെ മകനും മകളും ആക്കുന്നത്. ഇതാണ് മാമോദിസ സംഭവിക്കുന്നത്. പാപ്പ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ മാമോദിസ സ്വീകരിക്കാനായിട്ട് അക്കരെ സഹോദരങ്ങൾ നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം വഴി ഒരുക്കണമെന്ന് പറയുമ്പം അതിലൂടെയാണ് അവരുടെ മേലുള്ള ദുഷ്ടന്റെ സാമ്രാജ്യത്തിന്റെ പിടുത്തത്തെ തകർത്ത് തിരുമണി അടുത്തവരെ മോചിപ്പിക്കേണ്ടത്, ശുദ്ധികരിച്ച് ഉയർത്തിയെടുക്കേണ്ടത്. വേറൊരു മാർഗത്തിലൂടെയല്ല. നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 26-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനത്തില് പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പ രാജാവിന് മുമ്പിൽ തൻ്റെ ദൗത്യം ഈശോ ഏൽപ്പിച്ചു കൊടുത്ത എന്താണെന്ന് വിവരിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഇത് സൗലിന്റെ വിളി അവരുടെ കണ്ണുകളെ, അക്രൈസ്തവ സഹോദരങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തെ പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തി ദൈവത്തിലേക്കും തിരിയാനും പാവമോചനം സ്വീകരിക്കാനും എന്നുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം ഈ അപ്പസ്തലനെ അക്രൈസ്തവ സഹോദരങ്ങളുടെ പക്കലേക്ക്, വിജാതിയുടെ പക്കലേക്ക് ദൈവം അയക്കുമ്പോൾ, ഈശോ അയക്കുമ്പോൾ പറയുകയാണ്, അവരെ സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പാവമോചനം വഴി സ്വീകരിച്ചുകൊണ്ട് ദൈവ മക്കളായിട്ട് തീരാൻ ഇടവരുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതായ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനം സംബന്ധിച്ച ഡിഗ്രിയിൽ 9-ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനം വഴി ചെയ്യേണ്ട കാര്യം ജനപദങ്ങളുടെ ഇടയിലുള്ള ദൈവസാന്നിധ്യത്തിന്റെ രഹസ്യങ്ങൾ എന്നിവർ കാണപ്പെടുന്ന സത്യത്തിന്റെയും കൃപയുടെ സ്ഫുലിംഗങ്ങളെ തിന്മയുടെ സ്പർശത്തിന് സ്വതന്ത്രമാക്കി അതിന്റെ ഉടയവനായ മിശിഹായിലേക്ക് പ്രത്യാഗമിപ്പിക്കുകയും അവിടെ സാത്താന്റെ സാമ്രാജ്യം തകർത്ത് തിന്മയുടെ വിവിധ രൂപത്തിലുള്ള തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഈ വാക്കുകൾ ഞാൻ ആവർത്തിച്ച് പറയുന്നത് മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. 25-ാം വർഷത്തിലെ വാക്കുകളാണിത്. അതായത് മറ്റു മതവിശ്വാസ മേഖലകളിലും സാംസ്കാരിക ആഘോഷ മേഖലകളിലുമുള്ള നന്മയുടെ സത്യത്തിന്റെ കൃപയുടെയൊക്കെ കാര്യങ്ങൾ വെറും സ്ഫുലിംഗങ്ങളാണ്. അവയെല്ലാം തിന്മയുടെ സ്പർശനത്തിലാണ്, സാത്താന്റെ അടിമത്തത്തിലാണ്. അങ്ങനെയുള്ള അടിമത്തങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ അവയെ നമ്മൾ ഉയർത്തിയെടുത്തേ മതിയാവൂ. അതാണ് നമ്മുടെ ദൗത്യം. ഈ ദൗത്യത്തിന് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് ആർക്കും അനുവാദമില്ല. ഇവിടെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് 11-ാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. ഈ സാംസ്കാരിക അനുരൂപണം വത്തിക്കാൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. പക്ഷെ ആ സാംസ്കാരിക അനുരൂപണം സുവിശേഷവൽക്കരണത്തിന്റെ ദൗത്യത്തെ അവഗണിച്ചുകൊണ്ടാകാൻ പാടില്ല. ഞാൻ സൂചിപ്പിച്ചതായ കൗൺസിൽ പ്രമാണരേഖയുടെ നവീകരിച്ച പതിപ്പിന്റെ ആമുഖത്തില് ചീഫ് എഡിറ്ററായ ജോസ് കൊച്ചോറബ്രച്ചൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഒരു നിയമനിർമ്മാണ സഭയിൽ എന്നതുപോലെ പുതിയ നിയമങ്ങളും തത്വങ്ങളും ഉണ്ടാക്കാനും പഴയ നീക്കിക്കളയാനുമുള്ള ചുമതല കൗൺസിലിന് ആരും നൽകിയിട്ടില്ലായിരുന്നു. മിശിഹ തന്റെ ശ്ലൈഹിക സഭയിലൂടെ പകർന്നു നൽകിയ ദാനങ്ങളുടെ കാര്യസ്ഥന്മാർ മാത്രമാണ് കൗൺസിൽ പിതാക്കന്മാർ. 1 കൊരിന്തോസ് 4-ാം അധ്യായം 1 വാക്യങ്ങളാണ് ഇവിടെ അച്ഛനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ പുതിയ തത്വങ്ങളും ദർശനങ്ങളും നിർവഹിച്ചെടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, മറിച്ച് സഭ അവൾക്ക് നൽകപ്പെട്ട പ്രബോധനങ്ങളെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആധുനിക കാലഘട്ടത്തിലേക്ക് നവമായി പകരുകയാണ് ചെയ്യുന്നത്. ഇതാണ് 23-ാം യോഹന്നാൻ പാപ്പ മുന്നോട്ട് വെച്ച നവീകരണത്തിന്റെ ലക്ഷ്യം. പാപ്പ പറയുകയാണ്, കൗൺസിലിന്റെ ലക്ഷ്യം സത്യപ്രബോധനം അഭികരവും അന്യോന്യമായി അതിന്റെ പരിശുദ്ധിയിലും കൂടുതൽ കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മാറ്റി പുതിയൊരു അവസ്ഥയിലേക്ക് മാറണം. അതിനുവേണ്ടിയായിരുന്നു കൗൺസില്. അങ്ങനെ അധികം മാറിയിട്ടില്ല എന്ന് ആക്ഷേപം പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഇവിടെ കൊച്ചുപറമ്പരച്ചൻ കൃത്യമായിട്ട് കൊടുക്കുന്നത്.
ഒരു നിയമനിർമ്മാണ സഭയിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പഴയ നിയമങ്ങൾ മാറ്റിയിട്ട് നേരെ വിരുദ്ധമായി പുതിയ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു അധികാരം വത്തിക്കാൻ കൗൺസിലിനില്ല. സഭയിലെ ഒരു കൗൺസിലിനുമില്ല, ഒരു പിതാക്കന്മാർക്കുമില്ല. മറിച്ച് ഈശോ നൽകിയ അടിസ്ഥാനപരമായ സുവിശേഷ ദൗത്യം, വിശുദ്ധ ഗ്രന്ഥ വെളിപ്പെടുത്തലുകൾ അതിനെ അന്യോന്യമായി സംരക്ഷിക്കുക, കൈമാറ്റം ചെയ്യുക, ആധുനിക കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ കൂടുതൽ ഫലപ്രദമായ രീതിയിൽ പ്രാവർത്തികമാക്കാം, ഇതേപ്പറ്റി പഠിപ്പിക്കുക മാത്രമാണ് കൗൺസിലിനോ സഭ പിതാക്കന്മാർക്കോ സഭ അധികാരികൾക്കോ അനുവാദമുള്ളൂ എന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് മറ്റ് മത അനുഷ്ഠാനങ്ങളും സാംസ്കാരിക കാര്യങ്ങളുമായിട്ട് സഭ അവയെ വളരെ ആദരവോടെ വീക്ഷിക്കുന്നു, മാനിക്കുന്നു പറയുമ്പോഴും അവയെല്ലാം നേരെ ആശ്ലേഷിക്കുന്ന അർത്ഥമില്ല. ഈശോ യുദാസിനെ സ്നേഹിത എന്ന് വിളിച്ചു. പക്ഷെ യുദാസിന്റെ സാത്താനിക പരിപാടിയിൽ ഈശോയ്ക്ക് ഒട്ടും പങ്കില്ല. റോമാക്കാരെയും ചുങ്കക്കാരെയും വ്യഭിചാരികളെ എല്ലാം സ്നേഹത്തോടെ വീക്ഷിച്ച് അവിടെ വീടുകളിൽ പോയി. പക്ഷെ അവിടെ ഒരു തിന്മയ്ക്ക് ഈശോ കൂട്ടി നിന്നില്ല. ഇതുപോലെ നമുക്കും ഈ മേഖല ഇടപെടുന്നിടത്ത് ആദരവും സ്നേഹവും ഒക്കെ വേണം. പക്ഷേ ആ തിന്മയൊന്നും നമ്മൾക്ക് പറന്നു വരാനായിട്ട് പാടില്ല. വളരെ ജാഗ്രത എടുക്കുന്നില്ല എങ്കിൽ സാംസ്കാരിക അനുരൂപണത്തിൻ്റെ ശൈലി അല്ലെ സാംസ്കാരിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന പരിപാടികൾ നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനപരമായ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തെ, പ്രേക്ഷിത പ്രവർത്തന ദൗത്യത്തെ അടിയെ തകർത്ത് കളയുന്ന അപകടമായിട്ട് ഭവിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് എന്ന് സഭയുടെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായത്തിന്റെ 9-ാം തിരുവചനം നമുക്കറിയാം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത്. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, നിങ്ങൾ താമസിക്കാനായിട്ട് ഭാവിയിൽ ഇടവരുന്ന ദേശത്ത് മറ്റു പല ജനതകളുണ്ടാവും. അവർക്ക് പല പല ദുരാചാരങ്ങളുണ്ടാവും. ആ ജനതകളുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണ്, മത അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്. അതനുസരിച്ച് അവർക്ക് ആചാരങ്ങളുണ്ട്. സാംസ്കാരിക തലത്തിലൊക്കെയുള്ള ആചാരങ്ങളും ആഘോഷങ്ങളുമുണ്ട്. അതൊന്നും അനുകരിക്കാനായിട്ട് പാടില്ല എന്ന് മോശ വഴിയായിട്ട് ദൈവം ഇസ്രായേൽക്കാർക്ക് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തു. ഇത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്, നമുക്കറിയാം. അങ്ങനെ ഇരിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ സാംസ്കാരിക അനുരൂപണത്തിന്റെ പേരിൽ നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളുടെ ജീവിതത്തിലെ ദുരാചാരങ്ങളെ, അർത്ഥമില്ലാത്ത അനുഷ്ഠാനങ്ങളെ, സാത്താന്റെ ആധിപത്യ സാമ്രാജ്യമുള്ള സ്വാധീനമുള്ള ആഘോഷങ്ങളെയൊക്കെ നമ്മൾ അനുകരിക്കാനാണ് വരുന്നത്? ഒരു പക്ഷേ ഇതിനുള്ള കൃത്യമായൊരു ഉത്തരം അഭിവന്യമാർ ജോസഫ് പൗത്തിൽ പിതാവ് നമ്മുടെ ഈ നവീകരിച്ച പ്രമാണരേഖകളുടെ പതിപ്പിന്റെ അവതാരികയിൽ നൽകുന്നുണ്ട്. അവിടെ പിതാവ് ഇപ്രകാരം എഴുതുകയാണ്: അടുത്ത കാലത്ത് വിശുദ്ധ ഗ്രന്ഥ പഠനത്തിൽ സിദ്ധാന്തങ്ങൾ അടിസ്ഥാനമാക്കി വ്യാഖ്യാനിക്കാനുള്ള പ്രവണത വളർന്നു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിബറേഷൻ തിയോളജി അല്ലെ ഫെമിനിസ്റ്റ് തിയോളജി എന്നിങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങൾ, സിദ്ധാന്തങ്ങൾ അതനുസരിച്ച് ബൈബിളിലെ മുഴുവൻ വ്യാഖ്യാനിച്ച് കൊണ്ടുപോകാനുള്ള പ്രവണതയാണ് പിതാവ് സൂചിപ്പിക്കുന്നത്. പിതാവ് പറയുകയാണ്, ഏതാണ്ട് ഇതുപോലെ തന്നെ ആകണം വത്തിക്കാൻ കൗൺസിലിന്റെ വ്യാഖ്യാനവും സിദ്ധാന്തങ്ങൾക്ക് അനുസൃതമാക്കി തീർക്കാനുള്ള വ്യഗ്രത പലയിടങ്ങളിലും ദൃഢമായത്. എന്നിട്ട് പിതാവ് തുടരുകയാണ്, കൗൺസിലിന്റെ ചില പ്രസ്താവനകൾ മാത്രം കണക്കിലെടുത്ത് അവ തങ്ങളുടെ സിദ്ധാന്തങ്ങൾക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. തിരുസഭ, മറ്റു മതങ്ങൾ, സഭ, ആധുനിക ലോകത്തിൽ തുടങ്ങിയ രേഖകളും ഇത്തരം വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും സ്വന്തമായ സിദ്ധാന്തങ്ങളുണ്ട്. സിദ്ധാന്തങ്ങളുള്ളവർ അതിന് പറ്റിയ ചില പരാമർശനങ്ങൾ കൗൺസിൽ രേഖയ്ക്കകത്ത് പെറുക്കിയെടുത്തിട്ട് സൈദ്ധാന്തികമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ഈ ഒരു അപകടം സാംസ്കാരിക അനുവർത്തന മേഖലയിൽ കടന്നു വന്നിട്ടുണ്ട്. മറ്റു മതങ്ങളൊക്കെ ഉള്ള പല കാര്യങ്ങളും നമുക്ക് അതേപടി എടുത്ത് അനുകരിക്കാവുന്നതാണെന്ന് വാദിക്കാനായിട്ട് വത്തിക്കാൻ കൗൺസിലിന്റെ ഈ പറഞ്ഞ നന്മയുടെ അങ്കുരങ്ങള്, പ്രകാശത്തിന്റെ രശ്മി, സത്യത്തിന്റെ കൃപയുടെ സ്ഫുലിംഗങ്ങളുടെ പരാമർശങ്ങൾ എടുത്തുപയോഗിച്ച് പോവുകയാണ്. യഥാർത്ഥത്തിൽ വത്തിക്കാൻ കൗൺസിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വ്യക്തമാണ്, നമ്മൾ കണ്ട കാര്യമാണ്. മറ്റ് ഇങ്ങനെയുള്ള മതസ്ഥരുടെ വിശ്വാസ മേഖല, ആചാര ഒന്നും നിന്ദിക്കുന്നില്ല, പുച്ഛിക്കുന്നില്ല, അവഗണിക്കുന്നില്ല. പക്ഷെ അവയെ ഒന്നിനെ അതേപടി എടുത്ത് നമ്മൾ സ്വീകരിക്കുകയല്ല, വിഴുങ്ങുകയല്ല, സ്വന്തമാക്കുകയല്ല. അവയെല്ലാം വിശദീകരിച്ചെടുക്കണം. അതെങ്ങനെയാണ്? പ്രേക്ഷിത പ്രവർത്തനം വഴി അവരെ സുവിശേഷ വെളിച്ചത്തിലേക്ക്, വിശ്വാസ പ്രഘോഷണത്തിലേക്ക്, മാമോദിസയ്ക്ക് അനുഭവത്തിലേക്ക് അവരെ കൈപിടിച്ച് ആനയിക്കൊണ്ട് മാത്രമാണ്. വേറെ ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ, സ്വീകരിക്കലുകൾ സഭ ഉദ്ദേശിക്കുന്നില്ല. അവിടുത്തെ പൗത്യ പിതാവ് മനോഹരമായിട്ട് ഈ കാര്യം പങ്കുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലയിലെ സഭയുടെ ദൗത്യം എന്താണ്? 12-ാമത്തെ പോയിന്റ് അതാണ്. നമുക്ക് അതേക്കുറിച്ച് വത്തിക്കാൻ കൗൺസില് അക്രൈസ്തവ മതങ്ങളുടെ സഭയ്ക്കുള്ള നിലപാട് സംബന്ധിച്ച പ്രഖ്യാപനത്തിന്റെ 2-ാമത്തെ കണി കൃത്യമായിട്ട് പറയുന്നുണ്ട്. സഭയാകട്ടെ ഇടവിടാതെ വഴിയും സത്യവും ജീവനുമായി മിശിഹായെ പ്രഘോഷിക്കുന്നു.
പ്രഘോഷിക്കാൻ അവിടെ കടപ്പെട്ടിരിക്കുന്നു. അവരിലാണ് മനുഷ്യർ മതജീവിതത്തിന്റെ പൂർണ്ണത കണ്ടെത്തുന്നതും ദൈവസർവത്തെ തന്നോട് തന്നെ രഞ്ജിപ്പിച്ചതും. അപ്പൊ സഭ ചെയ്യേണ്ട കാര്യം ഇടപെടാതെ മിശിഹായെ സുവിശേഷത്തെ പ്രഘോഷിക്കാൻ അവിടെ കടപ്പെട്ടിരിക്കുന്നു. അതിലൂടെ മാത്രമേ നമ്മളും മറ്റ് സഹോദരങ്ങളും മതജീവിതത്തിന്റെ നമ്മുടെ ആത്മീയജീവിതത്തിന്റെ പൂർണ്ണത കണ്ടെത്തുകയുള്ളൂ എന്ന് സഭ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ ഒരു ദൗത്യ നിലപാടത്ത് നിരക്കാത്ത എല്ലാം വ്യർത്ഥമാണ്. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിന്റെ 36-ാം ഭാഗത്ത് വെച്ച് പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും ഈ ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ വ്യർത്ഥ വാക്കിനും കണക്ക് കൊടുക്കേണ്ട അവസ്ഥ നമുക്കുണ്ടെങ്കിൽ വ്യർത്ഥമായിട്ടെന്നല്ല, പൈശാചികമായ അവസ്ഥകളിലേക്ക് ആഘോഷങ്ങളിലേക്കും പങ്കുചേർന്നോട് നമ്മൾ ചെലവഴിക്കുന്നതായ അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഓരോ സംഭാഷണം, ഓരോ വാക്ക്, ഓരോ പ്രവൃത്തി, ഓരോ ആഘോഷം, ഇതേക്കുറിച്ച് നമ്മൾ എന്തുമാത്രം കണക്ക് കൊടുക്കേണ്ടി വരും. സീറോ മലബാർ കുർബാനയിലും മറ്റു കുർബാന ലത്തി കുർബാനയിലും ഒക്കെ പറയുന്നുള്ള പ്രാർത്ഥനയാണ്, എല്ലാ നേരവും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. അപ്പൊ അങ്ങനെ അല്ല ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ കടം വാങ്ങിച്ചു കൂട്ടുകയാണ് ദൈവത്തിന് മുമ്പിൽ, വീട്ടേണ്ട കടക്കാരായിട്ട് നമ്മൾ മാറുകയാണെന്നുള്ളതിനർത്ഥം. നമ്മുടെ കുർബാനയിൽ എല്ലാ ദിവസവും ആമേൻ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പ്രാർത്ഥനയൊക്കെ വെറും അധരസേവ, അർത്ഥമില്ലാത്ത അധരസേവ മാത്രമാണെന്നാണ് നമ്മൾ കരുതുന്നത്. തിരുസഭയെ സംബന്ധിച്ച് ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ 16-ാമത്തെ ഖണ്ഡികയുടെ അവസാന ഭാഗം നമ്മൾ വീണ്ടും വായിക്കുകയാണ്. പ്രവാചകനും വഴി ദൈവം അരുളിച്ചത് കാര്യങ്ങൾ ഇങ്ങനെ പൂർത്തിയാവുകയാണ്. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ ബലികളും അർപ്പിക്കപ്പെടും. മലാക്കി 1:11 വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം വേണം നമ്മൾ മഹത്വപൂർണ്ണമായിട്ട് ആഘോഷിക്കാൻ. പ്രത്യേകിച്ച് ദൈവജനം, വിശ്വാസത്തിലേക്ക് വന്ന ഏതൊരു വ്യക്തിയും, മാമോസം അങ്ങ് ഏതൊരു വ്യക്തിയും ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ, എൻ്റെ ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്ന ഒരു വ്യക്തിക്കും പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. ഈശോയുടെ ശിഷ്യൻ എന്ന രീതിയിൽ, ഈശോയുടെ നാമത്തിന് അന്തിമതയെ പറ്റി പറയുമ്പോൾ എൻ്റെ ഈ ചെറിയവൻ ഒരുവന് അവരുടെ ഞെരുക്കത്തിൽ വിശപ്പ്, ദാഹം, വസ്ത്രമില്ലായ്മ, പരദേശാവസ്ഥ, കാരാഗ്രഹാവസ്ഥ, രോഗാവസ്ഥ, ആ അവസ്ഥയിൽ ഈശോയുടെ നാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രതിഫലം കിട്ടുക. നമ്മൾ സാംസ്കാരിക ആഘോഷങ്ങൾ പങ്കെടുക്കുമ്പോൾ ആരുടെ നാമത്തിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ആരുടെ നാമത്തിലാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന, ആഘോഷിക്കുന്ന, സദ്യകൾ നടത്തുന്നത്? ആരുടെ നാമത്തിലാണ് നമ്മൾ സമ്മാനങ്ങൾ കൈമാറുന്നത്? ആ നാമമാണ് അവിടെ ബഹുമാനിക്കപ്പെടുന്നത്. ഈശോയുടെ നാമമായിരിക്കില്ല, അത് ഈശോയുടെ നാമമല്ല. ഏതൊക്കെ മതവിശ്വാസങ്ങളിലും വ്യക്തികളുടെ കഥകളിലും അടിസ്ഥാനമാക്കിയാണ് ഓരോ സാംസ്കാരിക ആഘോഷങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്, ഉറവിടങ്ങൾ. ആ നാമത്തിനാണ് അവിടെ ബഹുമാനം, ആദരവ് ഉണ്ടാവുക. ഈശോയുടെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കൊടുക്കുന്നിടത്ത് ആ സന്തോഷത്തോടെ നോക്കി പ്രതിഫലം നൽകാൻ ഈശോ കടന്നു വരും. എൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയെ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കും. ഈശോ പറയുന്നില്ലേ, എൻ്റെ നാമത്തെ ലജ്ജാകരമായിട്ട് കരുതുന്ന വ്യക്തിയെ ഞാൻ പിതാവിൻ്റെയും ദൂതന്മാരുടെ മുമ്പിൽ വരുമ്പോൾ ലജ്ജിക്കും. ഈശോയുടെ നല്ലാത്ത, ഈശോയുടെ ചേർന്ന് പോകുന്നില്ലാത്തതായ നാമങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും മഹത്വത്തിനും ആഘോഷത്തിനും അവിടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങളും ദേവാലയങ്ങളും സ്ഥാപനങ്ങളും തുറന്നു കൊടുക്കുമ്പോൾ അവിടേക്ക് പുഞ്ചിരിയോടെ നോക്കി തൃപ്തിയോടെ കടന്നു വരുന്നത് ഈശോ ആയിരിക്കുകയില്ല. മറിച്ച് ഏതൊരു നാമമാണ് അവിടെ പ്രകീർത്തിക്കപ്പെടുന്നത്, ആ നാമത്തിന്റെ പിന്നിലുള്ള സാന്നിധ്യങ്ങളായിരിക്കും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ദൃശ്യവും അദൃശ്യമായ ലോകം ചേർന്ന് നിൽക്കുന്നതാണ്. അദൃശ്യമായ പ്രസക്തിയില്ലാത്ത ഒരു ദൃശ്യമായ പരിപാടിയുമില്ല. അങ്ങനെയുള്ള പൈശാചിക അരൂപികള്, തിന്മയുടെ സാമ്രാജ്യത്തിന്റെ വക്താക്കളുടെ സാന്നിധ്യങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു കയറി വരാൻ, നമ്മുടെ ഭവനങ്ങളിലേക്ക് അവർ കടന്നു വരാൻ ഇട കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. സ്വന്തം ഭവനത്തെ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വൃത്തികെട്ടവർക്കുമായിട്ട് അശ്രദ്ധമായി തുറന്നിട്ട് കൊടുക്കുവാൻ ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബനാഥനോ കുടുംബാംഗത്തിനോ ഒരിക്കലും സാധിക്കുകയില്ല. നമ്മുടെ ഭവനങ്ങളെ, ജീവിത മേഖല ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവത്തോട് ചേർന്ന് വന്ന വിശുദ്ധർക്കും മാലാഖമാർക്കുമായിട്ടല്ലാതെ അരിവിട മേഖലയിൽ തുറന്നിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. ആഘോഷ അവസരങ്ങളുടെ ആവശ്യത്തെയും അതിൻ്റെ കൂട്ടായ്മ അനുഭവത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ എന്തുമാത്രം ആഘോഷ അവസരങ്ങളാണ് ആണ്ടുവട്ടത്തിൽ എല്ലാ മാസവും ആഴ്ചകൾ തോറും സഭയിലൂടെ നല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഏതെല്ലാം രീതിയിലുള്ള ആഘോഷങ്ങൾ, ഒരുമിച്ച് കൂടാനും സന്തോഷിക്കാനും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും മറ്റുള്ളവരോടൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാനും ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എന്തെല്ലാം രീതിയിൽ ആഘോഷങ്ങളാണ്. നമ്മുടെ സഭാജീവിതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏത് ആഘോഷമാണ് ഈ നമ്മുടെ അക്രൈസ്തവ സഹോദരങ്ങളുടെ ഈ വിശ്വാസ മേഖലകളും സാംസ്കാരിക ആഘോഷം ബന്ധപ്പെട്ടുള്ള വേദികളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുക? ഇങ്ങനെയുള്ള മേഖലകൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ തമ്പുരാനെ നോക്കി, തമ്പുരാന്റെ സുവിശേഷത്തെ നോക്കി, അവിടുത്തെ പ്രബോധനങ്ങൾ, സത്യവിശ്വാസത്തെ നമുക്ക് വ്യാഖ്യാനിച്ച സഭയുടെ സാക്ഷാത്തായ പ്രബോധനത്തെ നോക്കുകയാണ് തീരുമാനമെടുക്കാൻ. പഴയ നിയമത്തിലെ മോശയും അഹ്റോനും
അഹ്റോൻ പുരോഹിതനും കൂടി ആയിരുന്നിട്ടും ജനത്തിന്റെ മധ്യത്തിൽ ജനത്തെ നോക്കി ജനത്തെ കേട്ടുകൊണ്ട് നീങ്ങിയപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹ ആരാധന നടത്തുന്ന ആളായിട്ട് അഹ്റോൻ അധപതിച്ചു. അതേസമയം പുരോഹിതനല്ലായിരുന്ന മോശ, പക്ഷേ മോശ മലമുകളിൽ ദൈവത്തെ ശ്രദ്ധിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ പ്രമാണങ്ങൾ കാതോർത്ത് നിന്നപ്പോൾ മോശ എങ്ങനെ പെരുമാറി? മോശയുടെ അഹ്റോന്റെ ജീവിതത്തിൽ ആ 40 ദിവസം ഉണ്ടായ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. മോശയെ പോലെ നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചും ദൈവത്തിന്റെ പ്രമാണങ്ങൾ കാതോർത്തും അവിടുത്തെ ശ്രദ്ധിച്ചും കൊണ്ട് നിന്ന ഒരിക്കലും വഴിതെറ്റുകയാണ്. മറിച്ച് അഹ്റോനെ പോലെ എത്ര പൗരോഹിത്യ അഭിഷേക അധികാരമുള്ള വ്യക്തിയായിരുന്നു ആണ് നമ്മളെങ്കിൽ പോലും അഹ്റോൻ അന്ന് ചെയ്ത പോലെ ജനങ്ങളെ നോക്കി, ജനത്തിന്റെ ആവേശത്തെ നോക്കി, ആവശ്യങ്ങളെ നോക്കി, ആഘോഷങ്ങളെ നോക്കി ചിന്തിക്കാനും തീരുമാനിക്കാനും പോയാൽ അഹ്റോനെ പോലെ നമ്മൾ ജനത്തിന്റെ മധ്യത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയെന്ന പോലെയുള്ള വിഗ്രഹങ്ങളുടെ മുമ്പിൽ പല രീതിയിൽ ധൂപാർച്ചന നടത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ അധപതിക്കും. മോശയുടെ ദൈവത്തിന്റെ ക്രോധം എന്തുമാത്രമാണ് പ്രകടമായി നമുക്കറിയാമല്ലോ. ഒരു വചനവും കൂടെ ശ്രദ്ധയിലെടുത്തുകൊണ്ട് ഞാൻ ഈ വിചിന്തനം അവസാനിപ്പിക്കുകയാണ്. എസെക്കിയേൽ 3:17-18 തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കുമെന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ദുഷിച്ച വഴിയെക്കുറിച്ച് നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവന്റെ പാപത്തിൽ മരിക്കും. അവന്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. ഈ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചുറ്റുകളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.